അത് അവസാനിക്കൂല. അതല്ല സുഹൃത്തെ, അതല്ലാതെ സ്ഥിരതയില്ലാത്തതല്ല അല്ലേ പടച്ചോനെ. ഒരിക്കൽ പറയുന്നു ഖലഖൽ ഇൻസാന മിൻ സുലാലത്തും മിൻ ത്വീൻ അല്ലേ. മറ്റൊരിക്കൽ പറയുന്നു ഖലഖൽ ഇൻസാന ഹൽ അതാ അലൽ ഇൻസാന ഹീനും മിനദ്ദഹ്രി ലം യകുൻ ഷൈഅൻ മദ്കൂറ. ഇങ്ങനെ ഓരോ തവണകളിലും മാറി മാറി മാറിയും മറിഞ്ഞും പറഞ്ഞ് ഒടുവിൽ അണ്ടത്തെയും വിട്ടിട്ട് ബീജത്തിൽ നിന്നും മാത്രം മനുഷ്യനെ സൃഷ്ടിക്കുന്ന ഒരു അള്ളാഹുവിനെ കൊണ്ടുവന്ന് നിർത്തി. എന്റെ ചോദ്യം ഇതൊന്നുമല്ല. 8 തവണയാണ് അള്ളാഹു കുൻ എന്ന് പറഞ്ഞാൽ ഉടനെ എന്തു വേണമെങ്കിലും ഉണ്ടാകും എന്ന് പറഞ്ഞത്. ആ കുൻ എന്ന് പറഞ്ഞ് അറ്റ്ലീസ്റ്റ് കളിമണ്ണിനെ എങ്കിലും അള്ളാഹു ഉണ്ടാക്കി എന്ന് ഖുർആനിൽ നിന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? കളിമണ്ണിനോട് കുന്നെന്ത് പറഞ്ഞ് ആദമിനെ ഉണ്ടാക്കിയെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? ഖുർആൻ പരസ്പര വൈരുദ്ധ്യങ്ങളുടെ ഘോഷയാത്രയാണെന്ന് നിങ്ങളുടെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇനിയിപ്പോ അത് മറുപടി പറയേണ്ട ഒരു ആവശ്യമുണ്ട് തോന്നുന്നില്ല. കാരണം നിങ്ങളുടെ ഈ ആരോപണങ്ങൾ ഒരിക്കലും നിൽക്കാൻ പോകുന്നില്ല. കാരണം മനസ്സിലാക്കാനല്ല നിങ്ങൾ ചോദിക്കുന്നത്, നിങ്ങൾക്ക് വിമർശിക്കാൻ വേണ്ടി മാത്രം ചോദിക്കുകയാണ്. അല്ല എന്നുണ്ടെങ്കിൽ ഈ ഓരോ വാക്കുകളുടെയും അർത്ഥം എങ്ങനെയാണ് നമുക്ക് യുക്തിപരമായിട്ട് മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് അടിസ്ഥാനപരമായിട്ട് വിവരമുള്ള ഏതൊരാൾക്കും അറിയാം. ബീജത്തിൽ നിന്ന് സൃഷ്ടിച്ചു, ആ ബീജത്തിന്റെ സവിശേഷത പോലും ഖുർആൻ പറയുന്നുണ്ട്. മിൻ നുത്ഫത്തിൻ അംശാജിൻ, കൂടിച്ചേർന്ന ബീജത്തിൽ നിന്ന്. അപ്പൊ ഒരു ബീജത്തിൽ നിന്ന് മാത്രം എന്നൊക്കെ ഇവിടെ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനോ നിൽക്കേണ്ട ആവശ്യമില്ല. ഖുർആൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള ഓരോ വേർഡുകളും ഇന്ന് നമുക്ക് ശാസ്ത്രം നമുക്ക് അറിവ് വർദ്ധിക്കും തോറും അതിന്റെ വിശദീകരണം മാത്രമാണ് കിട്ടുന്നത്, അല്ലാതെ വൈരുദ്ധ്യങ്ങളല്ല ഉണ്ടാവുന്നത്. അല്ല, അണ്ടത്തെ എവിടെയാണ് ഇവിടെ സൂചിപ്പിച്ചത്? സൂറത്തുൽ ഇൻസാനിലെ 3-ാമത്തെ വചനമാണ് തങ്ങളോതിയത്. എന്താണ്? അംഷാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസ്വീറ. താങ്കൾ വാക്കർത്ഥമായിട്ട് തന്നെ ഒന്ന് പറഞ്ഞു നോക്കട്ടെ. നിങ്ങൾ തന്നെ സംസാരത്തിൽ പറഞ്ഞല്ലോ, അവസാനം ബീജത്തിൽ നിന്ന് മാത്രമായിട്ട് അവിടെ നിർത്തി എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ. പക്ഷെ ആ വേർഡ് പോലും മിൻ നുതുഫത്തിൻ അംഷാജിൻ എന്നാണ്. നുതുഫയിൽ നിന്ന് എന്ന് പല സ്ഥലത്തും പറഞ്ഞപ്പോ അതിന് വിശദീകരണം കൊടുത്തൊരു സ്ഥലമാണ് നിങ്ങൾ ഇവിടെ മറച്ചു വെച്ചിട്ടുള്ളത്. ആ വിശദീകരണം കൊടുത്ത സ്ഥലത്ത് തന്നെ നിങ്ങൾ മറച്ചു വെച്ചിട്ട് നിങ്ങളൊരു കളവ് പറയുമ്പോ എങ്ങനെയാ? അവിടെ നുതുഫത്തിൻ എന്താ? അണ്ടം എന്ന് പറഞ്ഞാൽ എന്താ? സ്ത്രീ ബീജവും പുരുഷ ബീജവും കൂടി ചേർന്നതാണ് അണ്ടം. മിൻ നുതുഫത്തിൻ അംഷാജിൻ, കൂടിച്ചേർന്ന ബീജത്തിൽ നിന്നും എന്നല്ലേ ഖുർആന്റെ പ്രയോഗം. അയ്യോ, ഈ കക്ഷിയോട് ആരെങ്കിലും തലയ്ക്ക് വെളിവുള്ളവരൊന്ന് പറയൂ. പുരുഷനിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണോ ബീജം? സ്ത്രീയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ് അണ്ടം. അല്ലാതെ സ്ത്രീയും പുരുഷനും തന്നെ അണ്ടം പുറത്തു വിടുന്നു എന്നാണോ താങ്കൾ ഈ പറയുന്നത്? അല്ല, രണ്ടും കൂടി ചേർന്നിട്ടാണ് സിക്താണ്ഡമായിട്ട് മാറുന്നത്. പക്ഷേ ആ സിക്താണ്ഡം എന്ന പദം ഖുർആനിൽ എവിടെയാണ് ഇതൊക്കെ ഉള്ളത്? ഖുർആനിൽ എവിടെയാണ് ഇതുള്ളത്? ഒട്ടിപ്പിടിക്കുന്ന ഒരു വസ്തു എന്താണ്? അലക്ക്. ഖലഖൽ ഇൻസാന മിൻ അലക്ക്. എന്താണ് അലക്ക്? നിങ്ങൾ ഏതെങ്കിലും ഒരു മുൻജിദോ മൻഹലോ ഏതെങ്കിലും ഒരു ഡിക്ഷണറിയോ കണ്ടിട്ടുണ്ടോ? എന്താണ് അലക്ക്? എന്താണ് നുതുഫത്ത്? എന്താണ് അംഷാജ്? ഈ പദങ്ങളെ കുറിച്ചിട്ടൊക്കെ അറിയാത്തവരോട് വന്ന് നിങ്ങൾ കടിച്ചാ പൊട്ടാത്തതൊക്കെ പറയുമ്പോഴത്തേക്കിന് അവര് ബബ്ബ അടിച്ചു നിൽക്കുമെന്നും പറഞ്ഞ് നമ്മളോടൊന്നും നിങ്ങൾക്ക് അങ്ങനെ രക്ഷപ്പെട്ടു പോകാൻ പറ്റില്ല. അണ്ടത്തെ കുറിച്ച് ഖുർആൻ എവിടെയാണ് പറഞ്ഞത്? ബീജത്തെ കുറിച്ച് ഖുർആൻ എവിടെയാണ് പറഞ്ഞത്? ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. അലക്ക് ഇപ്പൊ 3-ാമത്തെ ഒരു വേർഡ് കൂടിയും വന്നു. താങ്ക് യു, ഓർമ്മിപ്പിച്ചതിന് നന്ദി. അപ്പം നുതുഫയിൽ നിന്നാണ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, നുതുഫത്തിന്റെ അംഷാജ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ അലക്കിൽ നിന്നാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് 3 സ്ഥലത്ത് നിന്നാണോ? വേറെയും വേർഡുകൾ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഓരോ ഘട്ടങ്ങൾക്കനുസരിച്ച്. അപ്പൊ ഇതൊക്കെ വൈരുദ്ധ്യമാണോ? ഇനി നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി. നുതുഫയിൽ നിന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ നുതുഫത്തിൻ അംഷാജിൻ, കൂടിച്ചേർന്ന നുതുഫയിൽ നിന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട്. നുതുഫ എന്തിനോടാണ് കൂടിച്ചേരുന്നത്? നിങ്ങൾ പറയുന്ന അണ്ടത്തോട് തന്നെയാണ് പുരുഷ ബീജം കൂടിച്ചേരുന്നത്. ഇനി ഇത് രണ്ടും കൂടിച്ചേർന്ന് ഗർഭപാത്രത്തിൽ രൂപപ്പെടുന്ന ആ ഒരു അവസ്ഥക്ക് എന്റെ സുഹൃത്തെ, ഖുർആനിൽ എവിടെ ബീജം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അലക്ക് എന്ന് പറഞ്ഞാൽ ബീജം എന്ന് നിങ്ങൾക്ക് എവിടെ നിന്നാണ് അർത്ഥം കിട്ടിയത്? അതിലേക്ക് എത്തിയിട്ടല്ലോ, അലക്കിലേക്ക് എത്തിയിട്ടുള്ളൂ. മൈക്കെടുക്കല്ലേ, ഞാൻ പറയാം. ഖുർആനിൽ ബീജവും അതേപോലെ തന്നെ കൂടിച്ചേർന്നതിന് ശേഷം
ഒരു ഗർഭപാത്രത്തിൽ ഉണ്ടാകുന്ന അവസ്ഥക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വേർഡാണ് ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളത്. ആ വേർഡ് ഉപയോഗിക്കുന്നത് ഇന്നലെയല്ല 1400 വർഷങ്ങൾക്ക് മുമ്പാണ്. ആ വേർഡ് അലഖ് എന്നുള്ളതാണ്. അല്ലഖ എന്ന് പറഞ്ഞാൽ തൂക്കിയിട്ടു എന്നാണ് അർത്ഥം. എന്തുകൊണ്ടാണ് മുഅല്ലഖാത്ത് എന്ന് പറയുന്നത്? കഅബയിൽ തൂക്കിയിട്ട കവിതകൾക്കാണ് മുഅല്ലഖാത്ത് എന്ന് പറയുന്നത്. ഈ അർത്ഥത്തിലൊക്കെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള വേർഡ് ആണ് എന്ന് നമ്മൾക്ക് എങ്ങനെ മനസ്സിലാവുന്നത്? മുഅല്ലഖാത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. മുഅല്ലഖാത്ത് എന്ന് പറഞ്ഞാൽ രചനകൾ എന്നേ അർത്ഥമുള്ളൂ. തൂക്കിയിട്ടത് നോക്ക് നിങ്ങൾക്ക് എവിടെ നിന്നാ കിട്ടുന്നത്? മുഅല്ലഖാത്ത് എന്ന് പറഞ്ഞാൽ രചിക്കപ്പെട്ടത്. കവിതകൾക്കൊക്കെ സ്വാഭാവികമായിട്ട് അങ്ങനെ പറയാറുണ്ട്. അതിനെ നിങ്ങൾ തൂക്കിയിടല്ലേ? പറഞ്ഞുതരാം അതും പറഞ്ഞുതരാം, നോ പ്രോബ്ലം. അറിയുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു കുഴപ്പമില്ല. അപ്പം ഈ ഗർഭപാത്രത്തിൽ സിക്താണ്ഡം അതുണ്ടാവുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്കൊക്കെ അറിയാം, ഗർഭപാത്രത്തിൽ അള്ളിപ്പിടിച്ച് നിൽക്കുന്ന രീതിയിലാണ്. അള്ളിപ്പിടിച്ച് നിൽക്കുന്ന രീതിയിലുള്ള ഒരു വസ്തുവിനെ സൂചിപ്പിക്കാവുന്ന അറബിക് ഡിക്ഷണറിയിലെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള വേർഡാണ് 1400 കൊല്ലം മുന്നേ ഖുർആനിലൂടെ ഉപയോഗിച്ചിട്ടുള്ളത്. അത് അലഖ് എന്നുള്ളതാണ്. അല്ലഖ എന്ന് പറഞ്ഞാൽ തൂക്കിയിട്ടു എന്നുള്ള അർത്ഥത്തിലാണ്. പണ്ട് ഇസ്ലാമിക് പീരിയഡിന്റെ മുന്നേ, പ്രീ ഇസ്ലാമിക് പീരിയഡിൽ ഉണ്ടായിരുന്ന അറബിക് കവിത സമാഹാരം എന്ന് പറയാൻ പറ്റില്ല, ഈ പറയപ്പെട്ട രചിക്കപ്പെട്ട ഉംറുൽ ഖൈസിന്റെയും ഇവരുടെയൊക്കെ ഈ മുഅല്ലഖാത്തുകൾക്ക് മുഅല്ലഖാത്ത് എന്ന് പേര് വരാൻ തന്നെ കാരണം അവര് അത് എഴുതിയതിനു ശേഷം ആളുകൾ അറിയുന്ന രീതിയിൽ കഅബയിൽ അത് കെട്ടിത്തൂക്കാറുണ്ടായിരുന്നു. അല്ലഫ യുഅല്ലിഫു എന്ന് പറയുമ്പോഴാണ് രചന എന്ന് അർത്ഥം വരുന്നത്. അത് അല്ലഖ ഐനല്ല, ഐൻ ലാം ഖ എന്ന് പറഞ്ഞാൽ അല്ലഖ എന്ന് പറഞ്ഞാൽ കെട്ടിത്തൂക്കിയിട്ടു എന്നുള്ള അർത്ഥമാണ് വരുന്നത്. മുഅല്ലഫ് എന്ന് പറയുമ്പോഴാണ് രചന എന്നുള്ള അർത്ഥം വരുന്നത്. നിങ്ങൾ പറയുന്നത് എങ്ങനെയാണ് മുഅല്ലഖാത്തിന് കെട്ടിത്തൂക്കിയിട്ടുള്ള അർത്ഥം എന്ന് പറയുന്നത് എന്നുള്ളതിന് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ചാറ്റ് ജിപിടിയിലെങ്കിലും നോക്കിക്കോളൂ. അല്ല, നിങ്ങൾ പറഞ്ഞു വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നിങ്ങളുടെ ഉസ്താദ് ചാറ്റ് GPT ആണെന്ന്. കാരണം ബീജം എന്ന അർത്ഥമില്ലാത്ത ഒരെണ്ണത്തിന് ബീജമെന്നും സിക്താണ്ഡം എന്ന അർത്ഥമില്ലാത്ത ഒരെണ്ണത്തിന് സിക്താണ്ഡമെന്നും ഒക്കെ നിങ്ങൾ അർത്ഥം കൊടുത്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് ചാറ്റ് GPTയുടെ യൂണിവേഴ്സിറ്റി ആണ്, അല്ലാതെ മൻഹലും മുൻജിദും ഒന്നും മറിച്ചു നോക്കിയിട്ടുള്ള അറിവല്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അതായത് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ആ പറഞ്ഞ വചനമുണ്ടല്ലോ, ഖലഖൽ ഇൻസാന മിൻ അലഖ്, ആ വചനം എന്താണ് എന്ന് നിങ്ങളൊന്ന് അർത്ഥം വെച്ചാൽ അതിന് ബീജം എന്ന അർത്ഥം കിട്ടുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. അലക്ക് എന്ന പദത്തിന്റെ അർത്ഥം ബീജം എന്നാണോ? അതാണ് ഞാൻ ചോദിച്ചത്. അതിന്റെ സമാധാനം പറയൂ. അല്ല, അലക്ക് എന്നുള്ളതിന് ബീജം എന്ന അർത്ഥമില്ല. ആ ബീജത്തിന്റെയും അവസ്ഥ കഴിഞ്ഞിട്ട് ബീജം കൂടിച്ചേർന്നതിന് ശേഷം ഗർഭപാത്രത്തിൽ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത് അലക്ക്. ശരി, അതിന് നിങ്ങൾ റെഫറൻസ് തരണം. നിങ്ങൾ തൊള്ള കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് എവിടെ പറഞ്ഞു? ഏത് ഡിക്ഷണറിയിൽ നിന്നാണ് നിങ്ങൾക്ക് ഈ അർത്ഥം കിട്ടിയത് എന്ന് അറിയണ്ടേ? ഞാൻ ഈ പറഞ്ഞ അർത്ഥത്തിന് എന്തെങ്കിലും വ്യത്യാസം, ഇപ്പൊ നിങ്ങൾ രചന എന്നൊക്കെ അർത്ഥം പറഞ്ഞിട്ട് ഞാൻ നിങ്ങളെ വഷളാക്കാനും നിന്നിട്ടില്ല. പക്ഷെ നിങ്ങൾ തെറ്റ് പറഞ്ഞു. ആ രീതിയിൽ അലക്ക് എന്നുള്ളതിന് നിങ്ങൾ ഇപ്പോഴാണ് ഐൻ വന്നത്. നിങ്ങളുടെ ഈ സംഭാഷണം നിങ്ങൾ നേരത്തെ ഒന്ന് എടുത്തു നോക്ക്. നിങ്ങൾക്ക് ഇപ്പോഴാണ് പ്രൊനൗൺസിയേഷനിൽ ഐന് വന്നത്. ഇതുവരെ നിങ്ങൾ അലിഫാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങൾ ഇപ്പോഴാണ് അലക്ക് അലക്ക് എന്ന് പറയുന്നത്. ജാമിദ, ഇവിടെ നമ്മള് കവിതകളെ പറ്റിയാണ് ചോദിച്ചത് തന്നെ. മുഅല്ലഖാത്തിന് എങ്ങനെയാണ് കെട്ടി തൂക്കിയത് എന്നുള്ള അർത്ഥം എന്നാണ് ജാമിദ തന്നെ ചോദിച്ചിട്ടുള്ളത്. പിന്നെ എങ്ങനെയാ നിങ്ങൾ അവിടെ അലിഫ് ഹംസയൊക്കെ സംസാരിക്കുന്നത്? അവിടെ ഐനല്ലേ വരുന്നത്? നിങ്ങൾക്ക് കുറച്ചെങ്കിലും ആ വിഷയം ഒരു ബാക്ക്ഗ്രൗണ്ട്. നിങ്ങളുടെ പ്രൊനൗൺസിയേഷൻ വെച്ചിട്ടാണ് ഞാൻ രചന എന്ന് പറഞ്ഞത്. നിങ്ങളുടെ പ്രൊനൗൺസിയേഷൻ വെച്ചിട്ട് നമ്മൾ പോയത് അലക്കിലേക്കാണ്. അലക്ക് അലക്ക്. അപ്പൊ അതിന്റെ അർത്ഥം ബീജം എന്ന് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? ഏത് ഡിക്ഷണറിയിൽ നിന്ന് കിട്ടി? അതാണ് എന്റെ ചോദ്യം. ബീജം എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല, സിക്താണ്ഡം എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല, ഭ്രൂണം എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. ഇതെല്ലാം നിങ്ങൾ വളച്ചൊടിച്ചു പറയുവാണ്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മൻഹലും മുൻജിദും വെച്ചിട്ടാണ് അത് തെളിയിക്കേണ്ടത്. ബീജവും സിക്താണ്ഡവും ഒക്കെ നമ്മളുടെ പ്രയോഗങ്ങളാണ്. ഖുർആൻ അതിൻ്റെതായിട്ടുള്ള പ്രയോഗങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പ്രയോഗിച്ചത് ഇന്ന് നമ്മൾ പ്രയോഗിക്കുന്ന നമ്മളുടെ കണ്ടെത്തലുകൾക്ക് അനുയോജ്യമായി അത് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. നിങ്ങൾക്കത് കാണൂല. നിങ്ങൾ അവിടെ അന്ധത ബാധിച്ചിട്ടുണ്ട്. എന്നിട്ട് പറയാ നിങ്ങൾ ഇതാണ്, നിങ്ങൾ അതിന്റെ ഇടയിൽ കവിതയിലേക്കും ഇതിലേക്കൊന്നും പോയതൊന്നും നിങ്ങൾക്ക് ഓർമ്മയില്ല, നിങ്ങൾ അറിഞ്ഞിട്ടില്ല. ഇപ്പൊ പറയാണ് അലിഫാണ് ഉപയോഗിച്ചിട്ടുള്ളത്, ഹംസയാണ് ഉപയോഗിച്ചിട്ടുള്ളത്, ഐനല്ല.
എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനാ? നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വിഷയം പറയണമെങ്കിൽ പറഞ്ഞോളൂ. ഇപ്പൊ ഈ പറഞ്ഞ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? യഹ്യ കെലിമത്തുള്ളയാണ് എന്ന് പറയാവുന്ന രീതിയിൽ ന്യായം നിങ്ങൾ കാണുന്നുണ്ടോ? നിങ്ങൾ ഒരു യുക്തിവാദി എന്നുള്ളതിൽ നിന്ന് മാറി ഞാന് യഹിയയിലേക്കും ഈസയിലേക്കും അല്ല പോയത്. നിങ്ങള് ഖുർആനിലെ ശാസ്ത്രം ഇങ്ങനെ വിളിച്ചോതുന്നുണ്ടായിരുന്നല്ലോ. അള്ളാഹു കുൻ എന്ന് പറഞ്ഞപ്പോഴുണ്ടാക്കി 7 8 തവണയാണ് അള്ളാഹു കുൻ എന്ന പദം ഖുർആനിനകത്ത് പ്രയോഗിച്ചത്. കുൻ എന്ന് പറഞ്ഞാൽ ഉടനെ എല്ലാം ഉണ്ടാകുമെന്ന് പറഞ്ഞു. അങ്ങനെ അള്ളാഹു കുൻ എന്ന് പറഞ്ഞുണ്ടാക്കിയ ഒരു വസ്തു പോലും ഖുർആനിലൂടെ തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഒന്നാമത്തെ കാര്യം അതായിരുന്നു നമ്മൾ പറഞ്ഞു തുടങ്ങിയ വാദം. രണ്ടാമതായി പറഞ്ഞത് ആദമിനെ സൃഷ്ടിച്ചതിനെ കുറിച്ചിട്ടാണ്. എല്ലാ പ്രോസസ്സിങ്ങും ഉണ്ടാകുന്നത് ഒരു അണ്ടത്തിൽ നിന്നും ബീജത്തിൽ നിന്നുമാണ്. പക്ഷേ അതിൽ നിന്നും വിഭിന്നമായി അള്ളാഹു ശാസ്ത്രത്തെ പോലും ബ്രേക്ക് ചെയ്ത് കാണിച്ച അത്ഭുതങ്ങളാണ്. ഒന്ന്, ഈസ മറിയമിനെ ഒരു പുരുഷനും തൊടാതെ തന്നെ അള്ളാഹു തുണി മാറ്റി ജിബ്രീലിനെ കൊണ്ട് ഊതിപ്പിച്ചപ്പോൾ ഒരു കുഞ്ഞങ്ങോട്ട് ഉണ്ടായി എന്നുള്ളത്. കളിമണ്ണിന്റെ സത്തയിൽ നിന്നും ആദമിനെ ഉണ്ടാക്കിയ അത്ഭുതം, അതിനെക്കുറിച്ച് പറഞ്ഞാണ് നമ്മൾ ഭ്രൂണത്തിലേക്കും സിക്താണ്ഡത്തിലേക്കും ഒക്കെ എത്തിയത്. അപ്പോ അതിനൊന്നും നിങ്ങൾക്ക് ഉത്തരമില്ലാതെ വന്നപ്പോ വീണ്ടും നിങ്ങൾ യഹിയയിലേക്കും കലിമയിലേക്കും വന്നു. യഹിയയെ കലിമത്ത് എന്ന് ഖുർആനിൽ എവിടെയും പറഞ്ഞിട്ടില്ല. ഈസയെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ എന്ന് നിങ്ങൾ ആ ഇൻഡെക്സ് മാത്രം ഒന്ന് പറഞ്ഞു തന്നാ മതി. ഓക്കെ, ഇവിടെ ജാമിദ പറഞ്ഞുകൊണ്ട് വന്നത് എവിടെയാണ് കുൻ എന്നുള്ളത് കൊണ്ട് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കിയത് കാണിച്ചു തരൂ എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയാണ് ഇങ്ങനെ മനുഷ്യന്മാരൊക്കെ ഉണ്ടാവുമ്പോ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഈസ ഉണ്ടായത്, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ആദമിനെ സൃഷ്ടിച്ചത് എന്നും പറയാണ്. അതായത് ആദ്യത്തെ ചോദ്യത്തിന് ഇവിടെ തന്നെ ഉത്തരം പറയാണ്. പിന്നെ ഇതിന്റെ അപ്പുറത്തേക്ക് യഹിയെ കൊണ്ടുവന്നു എന്നാണ് പറഞ്ഞത്. യഹിയെയും അതിൽ പെട്ടത് തന്നെയാണ്. കാരണം അവർ വന്ധ്യയായ അവരുടെ ഭാര്യ, അവർക്ക് പ്രായമായ അവസ്ഥയിൽ അവർക്ക് ശാസ്ത്രീയമായിട്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്ന് ഇന്ന് നമുക്ക് പറയുന്ന രീതിയിലുള്ള ഒരവസ്ഥ. ആ അവസ്ഥയിൽ അള്ളാഹു അവർക്ക് സന്താനത്തെ നൽകുന്നു. അത് ഏതിന് തുല്യം തന്നെയാണ്? ഈസാ നബിക്ക് അവരുടെ മാതാവ് വിവാഹിതയാവാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാതെ ഈസാ നബി ജനിച്ചതുപോലെ മാതാപിതാക്കളില്ലാതെ അതിന്റെ മുൻപ് തന്നെ സൃഷ്ടിക്കപ്പെട്ട ആദം നബി പ്രവാചകനെ പോലെ അതുപോലെ തന്നെ ഒരു അത്ഭുതമാണ് യഹിയ പ്രവാചകൻ. ഇതെങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്? നമ്മുടെ ഈ പ്രകൃതി നിയമങ്ങളിലൂടെയല്ല, നേരെ മറിച്ച് അള്ളാഹുവിന്റെ കൽപ്പന. അതാണ് കുൻ എന്നുള്ള കാര്യം. കുൻ എന്നുള്ള ഒരു കാര്യം അത് അള്ളാഹുവിനെ എന്തും തന്നെ സൃഷ്ടിക്കാൻ അത് മതിയാവുന്നതാണ് എന്ന് പറയുമ്പോൾ എല്ലാം അങ്ങനെയാണ് സൃഷ്ടിച്ചത് എന്നല്ല അതിന്റെ അർത്ഥം. ഈ പറഞ്ഞ കാര്യങ്ങൾ അള്ളാഹുവിന്റെ സവിശേഷമായ കെലിമത്ത് കൊണ്ടാണ്. ആ അർത്ഥത്തിൽ യഹിയ നബി അള്ളാഹുവിന്റെ കെലിമത്ത് തന്നെയാണ്. അള്ളാഹുവിന്റെ കെലിമത്ത് എന്ന അർത്ഥം വരുന്ന കെലിമത്തുള്ള എന്നുള്ള സ്ഥാനപ്പേര് നൽകിയിട്ടുള്ളത് ഈസാ നബിക്കാണ്. ഇതൊക്കെയാണ് ഈ വിഷയത്തിലുള്ള കാര്യങ്ങൾ. ഇത് തർക്കിക്കാൻ വേണ്ടിയിട്ട് മാത്രം നിൽക്കുമ്പോൾ സംസാരിച്ചു കൊണ്ടേയിരിക്കാൻ മാത്രമേ ഉള്ളൂ. സുഹൃത്തെ, എനിക്കും നിങ്ങൾക്കും വാ കൊണ്ട് എന്തു വേണമെങ്കിലും പറയാം. നമ്മുടെ ലോജിക്കിനൊപ്പിച്ച്, നമ്മുടെ ആശയങ്ങൾക്കും നമ്മുടെ മതത്തിനും രാഷ്ട്രീയത്തിനും അഭിപ്രായത്തിനും അറിവിനും ഒക്കെ ഒപ്പിച്ച് പറയാം. മതത്തിൽ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. മതം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെതല്ലേ. അതിനകത്ത് അഭിപ്രായം പറയേണ്ടത് പടച്ചോനല്ലേ. പോട്ടെ, പടച്ചോൻ ഇറക്കിയ കിതാബ് ഇന്ന് പടപ്പുകൾ വിശദീകരിച്ചാൽ മാത്രമേ കംപ്ലീറ്റ് ആകൂ. എന്നിട്ട് പോലും ആർക്കും മനസ്സിലായിട്ടില്ല എന്നുള്ളതൊക്കെ നേര് തന്നെയാണ്. അല്ല, നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞേ, ഈസാ നബിയുടെ ജനനത്തെ കുറിച്ച് ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ ഇതൊരു അത്ഭുത ജനനമാണെന്ന്. നിങ്ങളിപ്പോ ഗൾഫിൽ പോയി, അതല്ലെങ്കിൽ നിങ്ങൾ വിദേശത്ത് എവിടെയെങ്കിലും പോയി, നിങ്ങളുടെ ഭാര്യയ്ക്ക് ഇതുപോലെ ഒരു അത്ഭുത ജനനം ഉണ്ടാകുന്നെങ്കിൽ ചിലപ്പോൾ അള്ളാഹു അങ്ങനെ ഒരു അത്ഭുതം കാണിക്കാൻ തീരുമാനിച്ചെങ്കിൽ നിങ്ങളത് വിശ്വസിക്കുമോ? കഴിഞ്ഞ ദിവസം നജീബ് മൗലവി പറയുന്നുണ്ടായിരുന്നു ഒരു ഗർഭം 4 വർഷം 5 വർഷം ഒക്കെ ആകാമെന്ന്. ഇങ്ങനെയുള്ള അത്ഭുത ജനനത്തെക്കുറിച്ചും അത്ഭുത ഗർഭധാരണത്തെക്കുറിച്ചുമാണോ നിങ്ങൾ ഇവിടെ സംസാരിച്ച് ഇസ്ലാമിലെ ശാസ്ത്രം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്? നോക്കൂ, ലോകത്ത് ഏതൊരാൾക്കും വേണമെങ്കിൽ, ഒരു സ്ത്രീക്ക് വേണമെങ്കിൽ പറയാം ഞാനൊരു പുരുഷനെ ഇല്ലാതെയാണ് ഗർഭം ധരിച്ചത് എന്ന് ഏതൊരു സ്ത്രീക്ക് വേണമെങ്കിലും പറയാം. മുസ്ലിം സ്ത്രീക്ക് പറയാം. ഇതേപോലെ തന്നെ ഞാൻ പറയാമെന്ന് പറഞ്ഞാൽ ഫിസിക്കലി അവർക്ക് പറ്റും എന്നുള്ളതാണ്. ഇതേപോലെ തന്നെയാണ് മറിയം ബീവിയും ജനങ്ങളോട് പറയുന്നത് ഞാൻ ഗർഭിണിയായിരിക്കുന്നത് അത് അള്ളാഹുവിന്റെ കൽപ്പന കൊണ്ടാണ്, ഒരാളും എന്നെ സ്പർശിച്ചിട്ടില്ല. ആളുകൾ ചോദിക്കുന്നുണ്ട്, മറിയമേ നിനക്ക് എന്ത് പറ്റി, നീ നല്ലൊരു കുടുംബത്തിലാണല്ലോ,
നീ ഇത് ചെയ്തോ? എന്റെ പൊന്നു സുഹൃത്തെ, ഞാൻ നിങ്ങൾക്ക് ഒരു അധ്യായം റെക്കമെൻഡ് ചെയ്യാം. ആ അധ്യായത്തിന്റെ സ്റ്റാർട്ടിംഗ് എങ്കിലും നിങ്ങളൊന്ന് വായിച്ചിട്ട് വരൂ പ്ലീസ്. ഒരു മിനിറ്റ്. ഒരു അധ്യായം ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാം. ഒന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. നിങ്ങൾ ഈ പറഞ്ഞ കാര്യം പറ്റുമോ എന്ന് ചോദിച്ചില്ല, എന്റെ ഭാര്യക്ക് പറ്റുമോ എന്ന് ചോദിച്ചില്ല. ലോകത്ത് ഏത് സ്ത്രീക്കും പറ്റും. പക്ഷെ മറിയം ബീവി അതുപോലെ അല്ല എന്നുള്ളത് ലോകത്തിന്റെ മുന്നിൽ തെളിയിക്കപ്പെടേണ്ടതാണ്. കാരണം എന്താ? അത് സത്യമാണ്. അത് തെളിയിക്കപ്പെട്ടത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, മറിയം ബീവി ആ ഗർഭിണിയായി വരുന്ന സമയത്ത്, പ്രസവിച്ചുകൊണ്ട് കൈക്കുഞ്ഞിനെയുമായി വരുന്ന സമയത്ത് അവര് ആ കുഞ്ഞിലേക്ക് കൈ നീട്ടാണ്. ആ കുഞ്ഞ് സംസാരിക്കുകയാണ്. ഇന്ന് ലോകത്ത് ഏത് കുഞ്ഞിനാണ് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുക? അതുകൊണ്ടല്ലേ സുഹൃത്തെ നമ്മൾ ഇത് ബ്ലണ്ടർ ആണെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സുഹൃത്തെ ഇതൊരു കെട്ടുകഥയാണെന്നും കടിച്ചാൽ പൊട്ടാത്ത അല്ല, കളവുകളുടെ കൂമ്പാരമാണ് ഇതെന്നും പറയാൻ കാരണം അതാണ്. അത്ഭുത ജനനവും തൊട്ടിലിൽ കിടന്ന കുട്ടിയുടെ സംസാരവും. ഒരു കാര്യം പറഞ്ഞു വരുമ്പോ അത് കംപ്ലീറ്റ് ചെയ്യട്ടെ. അപ്പോ ഇവിടെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ, അത് പ്രവാചകന്റെ മുന്നേ ആണെങ്കിലും ഇനി വരാനിരിക്കുന്ന കാലത്തോളാണെങ്കിലും അത് സത്യമാണ് എന്ന് കൃത്യമായ യുക്തിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അല്ലാതെ നിങ്ങൾ അന്ധമായി വിശ്വസിക്കുക എന്നല്ല. അവിടെ കൃത്യമായിട്ട് അവിടെ മറിയത്തിനെ അവരെ അനുഭവിക്കുന്ന ആളുകൾക്ക് കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ട്, ഇതൊരിക്കലും എന്തല്ല, അവരെടുത്ത് വന്നിട്ടുള്ള ഒരു തെറ്റല്ല, ഇത് അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹമാണ്, അള്ളാഹുവിന്റെ തീരുമാനമാണ്. ആ കുഞ്ഞ് സംസാരിക്കാണ്. ആ വെറും സംസാരം മാത്രമല്ല, തന്റെ മാതാവിന്റെ ചാരിത്രം മാത്രമല്ല അവിടെ രക്ഷിക്കുന്നത്, താനൊരു പ്രവാചകനാണ്, തെരഞ്ഞെടുക്കപ്പെട്ടവനാണ് എന്ന് ലോകത്തെ അറിയിക്കും കൂടിയാണ് ചെയ്യുന്നത്. എന്റെ പൊന്നു സുഹൃത്തെ, ഇതൊക്കെ കൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് ഇത് കളവുകളുടെ കൂമ്പാരമാണെന്ന്. മറിയം എന്ന് പറയുന്ന സ്ത്രീ, നിങ്ങൾ അറ്റ്ലീസ്റ്റ് എന്ന് തുടങ്ങുന്ന ഒരു അധ്യായമുണ്ട് ഖുർആനില്. പിന്നെ ഏതാണ്, കഹ്ഫാണോ അല്ല, പിന്നെ ഒരു പക്ഷേ ത്വാഹയാണോ, ത്വാഹയോ മറിയമോ ഏതോ ഒരെണ്ണമാണ്. അല്ല, ത്വാഹ തന്നെയാ, മറിയം. അപ്പോ ആ അധ്യായത്തിന്റെ തുടക്കമെങ്കിലും താങ്കൾ ഇതൊന്ന് അറ്റ്ലീസ്റ്റ് ഒന്ന് വായിച്ചിട്ടാണ് ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നതെങ്കിൽ നമുക്കൊരല്പമെങ്കിലും അംഗീകരിക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോ ഈ ഒരു സ്ത്രീ, ഇവരെ അതിനു മുമ്പ് ഒരു പുരുഷനും സ്പർശിച്ചിട്ടില്ല. അവരാ പാറമടയിലേക്ക്, ആ മണ്ടയ്ക്ക്, ആ ഗുഹയുടെ അവിടേക്ക് പോകുമ്പോഴേക്ക് ആ മലയിടുക്കിൽ നിന്ന് ജിബ്രീൽ വരുന്നു, നിനക്കിതാ ഒരു കുട്ടിയെ കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുന്നു. അപ്പോൾ ഇവര് പറയുന്നു, എന്നെ ഒരു പുരുഷനും ഇതുവരെ സ്പർശിച്ചിട്ടില്ല. ഈ കടിച്ചാൽ പൊട്ടാത്ത കളവുകളൊക്കെ ആര് വിശ്വസിക്കുമെന്നാണ് സുഹൃത്തെ ഇത് മതപൊട്ടന്മാർക്കും മദ്രസ പൊട്ടന്മാർക്കും ഉരുട്ടി കൊടുക്കാം, അവര് വിഴുങ്ങിക്കോളും തൊള്ള തൊടാതെ. എന്നിട്ട് താങ്കൾക്ക് ഇത്രയും പറഞ്ഞിട്ട് ജനിച്ച കുഞ്ഞ് ഏതാനും ദിവസമായപ്പോഴേക്കും മലയിറങ്ങി ആ കുഞ്ഞുമായിട്ട് ഹാറൂന്റെ സഹോദരി മറിയം വരുവാണ് നാട്ടിലേക്ക്. അപ്പൊ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മൗനവ്രതത്തിലാണ്, സംസാരിക്കില്ല. കാരണം ഒരു കുഞ്ഞിനെയും കൊണ്ടാണല്ലോ വരുന്നത്, വിവാഹിതയല്ലാത്ത ഒരു സ്ത്രീ. എന്നിട്ട് ആ തൊട്ടിലേക്ക് ചൂണ്ടിക്കാണിച്ചാൽ മതി, ജനിച്ചേതാനും ദിവസം പ്രായമായ കുഞ്ഞ്, ഞാനൊരു പ്രവാചകനാണ്, എന്റെ അമ്മ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ദുർനടപ്പുകാരിയല്ല എന്നൊക്കെ പറയുമെന്ന് പറഞ്ഞിട്ട് യുക്തി എന്ന് പറയാൻ എന്തൊരു തൊലിക്കട്ടിയാണ് സുഹൃത്തെ നിങ്ങൾക്ക്. ആ ജനിച്ചേതാനും ദിവസം പ്രായമായ കുഞ്ഞു കടിച്ചാൽ പൊട്ടാത്ത ഭാഷയിൽ സംസാരിക്കുവാണ്. എന്റെ ഉമ്മ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ദുർനടപ്പുകാരിയായ സ്ത്രീ അല്ല കേട്ടോ, അവര് പാതിവൃത്യമുള്ള സ്ത്രീയാണ്, ഞാനൊരു പ്രവാചകനാണ്, അള്ളാഹു എന്നെ ഒരു നബിയാക്കി തെരഞ്ഞെടുത്തതാണ്, ഇതിനകത്ത് അനുഗ്രഹവും യുക്തിയുമാണ് എന്നൊക്കെ പറയണമെങ്കിൽ നിങ്ങൾ ഈ കാലഘട്ടത്തിൽ തന്നെയാണോ സുഹൃത്തെ ജീവിക്കുന്നത്? നിങ്ങൾ വിചാരിക്കുന്നത് പോലെ മദ്രസ പൊട്ടന്മാര് മാത്രമല്ല നിങ്ങൾ ഈ പറയുന്ന വാക്കുകൾ കേൾക്കുന്നത്. ഇന്നൊരു പൊതുസമൂഹമുണ്ട് ചിന്തിക്കാൻ സാധിക്കുന്ന, വിദ്യാഭ്യാസവും വിവരവും പൊതുബോധവും ചിന്താശേഷി ഒരു ഉസ്താദിന്റെയും കാലിന്റെ അടിയിൽ കൊണ്ടുപോയി പണയം വെക്കാത്ത ഒരു വിഭാഗം ആൾക്കാർ ഇത് കേൾക്കുന്നുണ്ട്. ആ കുഞ്ഞ് സംസാരിച്ചു, അതിലെ അത്ഭുതത്തെക്കുറിച്ച് അദ്ദേഹം വാതോരാതെ സംസാരിക്കുവാണ്. ഒരു ലേശമൊക്കെ ഒരു ഉളുപ്പൊന്ന് കാണിക്കും സുഹൃത്തെ. ഖുർആനിലെ അത്ഭുതങ്ങളൊക്കെ നിങ്ങൾക്ക് വിശ്വസിക്കാം, പക്ഷെ എല്ലാവരും ഇതാ അമാനുഷികമാണെന്നും ഇത് യുക്തിസഹമാണെന്നും വിശ്വസിക്കണമെന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് സുഹൃത്തെ. ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്നവർക്ക് പ്രയാസമാണ്. ഞാനേ ഇതിലിപ്പോ മറുപടി പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല, നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള ചില കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങള് ഈസാ നബിയെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ സമയത്ത് അവരുടെ സമകാലികരായിട്ടുള്ള ആളുകൾക്ക് വിശ്വസിക്കാവുന്ന രീതിയിലുള്ള തെളിവുകളാണ് ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ. ഇത് ഇവരുടെ കാര്യത്തിൽ മാത്രമല്ല. സോറി, അടുത്ത് ഞാൻ കോള് വരുന്നുണ്ട്, അതൊന്ന് കെട്ടാവുന്നു.
ഇത് ഇവരുടെ കാര്യത്തിൽ മാത്രമല്ല, ഓരോ പ്രവാചകന്മാരും അവര് പ്രവാചകന്മാരാണ് എന്ന് അവിടെയുള്ള ആളുകൾക്ക് ബോധ്യപ്പെടണം. അത് ബോധ്യപ്പെടണം എന്നുണ്ടെങ്കിൽ അവരുടെ വാക്ക് കേട്ടിട്ട് അന്ധമായി വിശ്വസിക്കുക എന്നുള്ളത് നിർബന്ധിക്കാൻ പറ്റിയ കാര്യമല്ല. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ പ്രവാചകന്മാർക്കും അത്ഭുതങ്ങൾ അള്ളാഹു നൽകിയിട്ടുണ്ടായിരുന്നു. മോശെ പ്രവാചകന് വടി നൽകിയതുപോലെ, ഈസാ നബിക്ക് അത്ഭുത പ്രവർത്തികൾ നൽകിയതുപോലെ, വെള്ളപ്പാട്ട് സുഖപ്പെടുത്തുക, മരിച്ചവരെ ജീവിപ്പിക്കുക, പറവകൾക്ക് ജീവൻ നൽകുക തുടങ്ങിയിട്ടുള്ള സംഭവങ്ങൾ ചെയ്തതുപോലെ ഓരോ പ്രവാചകന്മാർക്കും. ഇത് ആരാണ് ഇങ്ങനെ കോൾ ചെയ്യുന്നത്? ഈ ക്ലബ് ഹൗസിലുള്ള ആരോ തന്നെയാണല്ലോ. ഒരു മിനിറ്റ്. അപ്പോ ഈ പറയപ്പെടുന്ന രീതി ആരാണെങ്കിലും ഡിസ്റ്റർബ് ചെയ്യണ്ടേ? ഒരു മിനിറ്റ് നിസു പ്ലീസ്. നജീബിന് ഇപ്പൊ കോൾ ചെയ്യല്ലേ? ഞാൻ എന്റെ സംസാരം ബ്രേക്ക് ആവുന്നുണ്ട് എന്റെ ഇടയിൽ. ഫോൺ എടുക്കായിരുന്നാ മതി. ഓക്കെ. അല്ല, വാട്സപ്പ് കോൾ ആകുമ്പോൾ ചിലപ്പോൾ സംസാരം ബ്രേക്ക് ആവാൻ സാധ്യതയില്ല, അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്. പിന്നെ അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ, ഇവിടെ ഞാൻ സംസാരിക്കുന്ന കാര്യം എന്താ വെച്ചാൽ, ഈ അത്ഭുതങ്ങൾ, പറയപ്പെട്ട അത്ഭുതങ്ങളൊക്കെ ഇപ്പൊ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഇപ്പൊ വളരെ ക്ലിയർ ആണ്. നജീബ് ക്ലിയർ ആണ്. ഓക്കെ. ഞാൻ പറയുന്നത് വെച്ചാൽ, ഓരോ പ്രവാചകന്മാരും വരുന്ന സമയത്ത് ജനങ്ങളോട് ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്, അള്ളാഹു എന്നെ പ്രവാചകനായി നിങ്ങളിലേക്ക് നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ തെളിവ് അവർക്ക് ബോധ്യപ്പെടുന്ന രീതിയിലുള്ള തെളിവുകൾ നൽകിയിട്ടുണ്ടായിരുന്നു. ഇത് ഓരോ തെളിവുകളും, അതിനാണ് ഖുർആന്റെ പ്രയോഗം മുഅ്ജിസത്ത് എന്നുള്ള, അറബിയിൽ അതിന് മുഅ്ജിസത്ത് എന്നാണ് പറയുക. ഈ അർത്ഥത്തിൽ ഈസാ നബിയുടെ മുഅ്ജിസത്തായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ. അതിന്റെ ലോജിക്ക് നിങ്ങൾ അന്ധമായി വിശ്വസിക്കുന്നു, നിങ്ങൾ മദ്രസ പൊട്ടന്മാർ എന്നൊക്കെ പറഞ്ഞിട്ടല്ല. നിങ്ങൾ എങ്ങനെയാണ് ഒരാൾക്ക് പ്രവാചകനായി വിശ്വാസത്തിൽ വരിക? ശാസ്ത്രീയമായിട്ടാണ് അതിനെ തെളിയിക്കേണ്ടത്. അപ്പൊ അതിന് യുക്തിയില്ല, ശാസ്ത്രീയമായിട്ടല്ല. നേരെ മറിച്ച് ശാസ്ത്രത്തിന് വിരുദ്ധമായിട്ട് നമ്മളുടെ സാമാന്യ അറിവുകൾക്ക് അതീതമായിട്ട് ഒരു കാര്യം പ്രവർത്തിക്കുമ്പോൾ മാത്രം തന്നെയാണ് ഇത് അള്ളാഹുവിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ് എന്ന് അവർക്ക് ബോധ്യപ്പെടുക. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആണും പെണ്ണും അവരുടെ ബീജങ്ങൾ കൂടിച്ചേരുമ്പോൾ മാത്രമാണ് ഒരു കുഞ്ഞുണ്ടാവുന്നത്. അതിന് അപ്പുറത്തേക്കുള്ള സംഭവമായിട്ട് വരുമ്പോൾ തന്നെയാണ് അത് അത്ഭുതമായിട്ട് മാറുന്നത്. അത് അത്ഭുതമാണ് എന്ന് അവർക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് അവിടെ കുഞ്ഞ് സംസാരിക്കുന്നതിലൂടെ, ശാസ്ത്രീയമായിട്ട് ഒരു കുഞ്ഞിന് സംസാരിക്കാൻ പറ്റില്ല, പ്രത്യേകിച്ച് മനുഷ്യ കുഞ്ഞിന് പറ്റില്ല എന്നുള്ളത് ഇന്ന് നമ്മളുടെ അറിവാണ്. ഈ അറിവിന്റെ അടിസ്ഥാനത്തിൽ അവർക്കറിയാം ഇത് അത്ഭുതമാണ് എന്നുള്ളത്. ഇനി പ്രവാചകന് ശേഷം, മുഹമ്മദ് നബിക്ക് ശേഷം ഇനി ഒരു പ്രവാചകൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ അത്ഭുതം എന്നെന്നും നിലനിൽക്കേണ്ടതുണ്ട്. ഇതൊക്കെ പറഞ്ഞത് അന്നുള്ള ആളുകൾക്ക് അനുഭവിക്കാവുന്നതാണെങ്കിൽ, പ്രവാചകൻ മുഹമ്മദ് നബിയുടെ അത്ഭുതം അത് എല്ലാ കാലത്തേക്കും നിലനിൽക്കേണ്ടതാണ്. ആ അത്ഭുതമാണ് ഖുർആൻ. ആ ഖുർആനിനെ പറ്റി നിങ്ങൾ അലക്കല്ല, നുതുഫല്ല, ഏത് പഠനങ്ങൾ, ഏത് വേർഡുകൾ എടുത്ത് പരിശോധിച്ചാലും ശാസ്ത്രീയമായിട്ട് നമ്മളുടെ സ്ഥിരപ്പെട്ട അറിവുകൾക്ക് അതിനോട് ചേർന്ന് പോകുന്നത് കാണാൻ പറ്റും. അതിന്റെ കാരണം 1400 കൊല്ലം മുന്നേ ഉള്ള സംഭവമായിട്ടും അത് അങ്ങനെ ചേർന്ന് പോകണമെന്നുണ്ടെങ്കിൽ അത് മനുഷ്യനെ സൃഷ്ടിച്ച, ആണിനെ സൃഷ്ടിച്ച, പെണ്ണിനെ സൃഷ്ടിച്ച, പ്രകൃതിയെ സൃഷ്ടിച്ച, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ആ സ്രഷ്ടാവിന്റെ വാക്കുകളായത് കൊണ്ടാണ് എന്നുള്ള ചിന്തയാണ് നിങ്ങൾക്ക് തരാനുള്ളത്. നിങ്ങളെ പഠനങ്ങൾ മുന്നോട്ട് പോയിക്കോട്ടെ. ശരി സുഹൃത്തെ, നിങ്ങൾ ഈ പറഞ്ഞതിൽ നിന്ന് തന്നെ തലയ്ക്കകത്ത് ആളുതാമസമുള്ളവർക്ക് മനസ്സിലാകുന്ന ചില വസ്തുതകൾ മാത്രം ഞാനൊന്ന് സൂചിപ്പിക്കാം. ഒരുപാട് പോകുന്നില്ല. ഇദ്ദേഹം പറഞ്ഞില്ലേ, എല്ലാ സമൂഹത്തിലേക്കും അള്ളാഹു പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബു ത്വാഗൂത്ത്. ശരിയാണ്, എല്ലാ സമുദായത്തിലേക്കും അള്ളാഹു പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്, അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കരുത് എന്ന സന്ദേശം നൽകുന്നതിന് വേണ്ടി. പക്ഷേ ആ അമാനുഷികത കാണിച്ച് ചന്ദ്രനെ പിളർത്താൻ പോയി, സൂര്യനെ പിളർത്താൻ പോയപ്പോൾ നബി കരിഞ്ഞു പോയില്ലേ? അതുപോലെ അത്ഭുതങ്ങൾ കാണിക്കാൻ പറ്റാത്ത പ്രവാചകന്മാരെ വയഖ്തുലൂന നബിയ്യ നബി ഗൈരിൽ ഹഖ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഒരുപാട് പ്രവാചകന്മാരെ സമുദായം കൊന്നുകളഞ്ഞു. അതെന്താ? അമാനുഷികതയ്ക്ക് വോൾട്ടേജ് കുറഞ്ഞത് കൊണ്ടാണോ? അതോ അമാനുഷികത കാണിക്കാൻ പോയ ആളുകൾ പിന്നീട് തിരിച്ചു വരാത്തത് കൊണ്ടാണോ? അല്ല, എല്ലാ പ്രവാചകന്മാരും ആദം നബി കാണിച്ച അമാനുഷികത എന്തായിരുന്നു? ഹവ്വ 20 പ്രസവം, 40 മക്കൾ, അവരെ പരസ്പരം തമ്മിൽ കല്യാണം കഴിച്ചു കൊടുത്തു. മക്കളെ തന്നെ. എന്തിനാ? ഇൻസെസ്റ്റ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. മൂത്തതും ഇളയതും പരസ്പരം കെട്ടിക്കഴിഞ്ഞാൽ ഇൻസെസ്റ്റ് ഉണ്ടാകത്തില്ലല്ലോ. അതായിരിക്കും ആദമിന് കാണിച്ചു കൊടുത്ത അത്ഭുതം. ആദമിന്റെ മക്കൾക്കും അത്ഭുതം കാണിച്ചു കൊടുത്തു. പെണ്ണുങ്ങൾക്ക് വേണ്ടി 2 അനിയനും ചേട്ടനും കൂടെ തമ്മി തല്ലി അങ്ങോട്ട് ചത്തു. ഒരുത്തനെ കുഴിച്ചിടാൻ വേണ്ടിയിട്ട് കാക്കയെ കൊണ്ട്
അള്ളാഹു ഒരു സന്ദേശം കാണിച്ചു കൊടുത്തു, മണ്ണ് മാറ്റിയിട്ട് കൊക്കുകൊണ്ട് മണ്ണ് മാറ്റിയിട്ട് അവനെ ഇട്ട് മൂടിക്കൊള്ളാൻ. ശരി, മയ്യത്തൊന്നും നമസ്കരിക്കേണ്ടി വന്നില്ല, യാസീൻ വേണ്ടി വന്നില്ല, തൽക്കീൻ വേണ്ടി വന്നില്ല. അങ്ങനെ എല്ലാ പ്രവാചകന്മാർക്കും ഒരുപാട് അമാനുഷികതകൾ അള്ളാഹു കൊടുത്തിട്ടുണ്ട്. ശരി, നിങ്ങൾ ഇവിടെ പ്രയോഗിച്ച ഒരു പദമുണ്ട് സുഹൃത്തെ, ചിന്തിക്കാൻ പറ്റുന്നവർക്ക് ഈ പൊട്ടപുസ്തകം പറ്റില്ല സുഹൃത്തെ, അവര് വലിച്ചെറിയും. പിന്നെ ഈസാ നബി ആ കാലഘട്ടത്തിന് വേണ്ടി മാത്രമല്ല എന്ന് അള്ളാഹുവിന് അറിയില്ലായിരുന്നു. ആ കാലഘട്ടത്തിലെ ആളുകൾക്ക് മനസ്സിലായി അവർക്ക് വിശ്വസിക്കാൻ പറ്റി, അവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയാണെന്ന് പറയുമ്പോൾ ഈ മുഹമ്മദ് നബി പോലും ഈസാ നബിക്ക് ശേഷം വന്ന പ്രവാചകനാണ്. ചന്ദ്രനെ പിളർത്താൻ പോയി എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ, ഏത് വാളുകൊണ്ടാ പിളർത്തിയത്? കത്തി കൊണ്ടാണോ കത്രിക കൊണ്ടാണോ പിളർത്തിയത്? അതെന്താ ചന്ദ്രനെ പിളർത്താൻ പറ്റാതെ പോയത്? ഇത്തരം അമാനുഷികതകളൊന്നും ദയവ് ചെയ്ത് ഈ ആധുനിക കാലഘട്ടത്തില് ഈ ഇന്റർനെറ്റ് യുഗത്തിൽ പൊക്കിപ്പിടിച്ചുകൊണ്ട് വരല്ലേ സുഹൃത്തെ. മുഹമ്മദ് നബി ആയിരുന്നാലും ഈസാ നബി ആയിരുന്നാലും ഇവരുടെ ചരിത്രങ്ങൾ പറയുന്ന ഒരു പുസ്തകം എക്കാലത്തേക്കുമുള്ള മോഡലാണെന്നാ പറഞ്ഞത്. അപ്പൊ എല്ലാ കാലഘട്ടത്തേക്കുമുള്ള ജനങ്ങളുടെ ബുദ്ധിയെ നിയന്ത്രിക്കുന്ന പടച്ചവൻ നിങ്ങളുടെ വിശ്വാസപ്രകാരമാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ മനുഷ്യന് ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നും ഇതിനകത്ത് യുക്തിയില്ലെന്ന് മാത്രമല്ല ബ്ലണ്ടറുകൾ മാത്രമാണെന്നും അറിയില്ലായിരുന്നോ? അതുകൊണ്ടാണ് സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങളിൽ ഓടയിലേക്ക് ഖുർആൻ വലിച്ചെറിഞ്ഞിട്ട് സൗദികൾ ഓടയിൽ നിന്ന് ഫാത്തിഹ ഓതേണ്ടി വരുന്ന അത്ഭുതത്തെക്കുറിച്ച് നിങ്ങൾ എന്താ പറയാത്തത്? പിന്നെ മൂസാ നബിയുടെ വടിയെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞു. എന്തുവാ സുഹൃത്തെ നിങ്ങൾ ഈ പറയുന്നത്? ഫിറഔനും ടീമും ഒക്കെ മൂസാ നബിയെ ഓടിച്ച സമയത്ത് ശരി, വടി കൊണ്ടൊരു ഒറ്റയടി കടലില്, അപ്പൊ കടൽ അങ്ങോട്ട് രണ്ടായിട്ട് പിളർന്നു. എന്നിട്ട് മൂസാ നബിയും കൂട്ടരും രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് കടല് രണ്ടും കൂടി ഒന്നായി. ഇതൊക്കെ ആരോടാണ് സുഹൃത്തെ നിങ്ങൾ പറയുന്നത്? ഇഞ്ചീലിന്റെ അത്ഭുതവും തൗറാത്തിന്റെ അത്ഭുതവും ഖുർആനിന്റെ അമാനുഷികതകളും ഒക്കെ ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ഇതൊന്നും പൊക്കിക്കൊണ്ട് വരല്ലേ സുഹൃത്തെ. എല്ലാ പറവകളെയൊക്കെ നാലായിട്ട് വലിച്ചു കീറി 4 ഭാഗത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് പിന്നീട് കൈകൊട്ടി വിളിച്ചപ്പോഴേക്ക് പറവ ജീവനോടുകൂടി വന്നെന്ന് പറയുമ്പോൾ മുഹീദ്ദീൻ ഷേഖിനെ പോലെ ആകേണ്ടി വരുമല്ലോ. കോഴിയുടെ മുള്ളോട് കൂകന്ന് ചൊന്നാരേ. നല്ലത്. ചിക്കൻ കറിയൊക്കെ കഴിച്ചിട്ട് ആ കോഴിയുടെ എല്ലിനോട് പറഞ്ഞു ഒന്ന് കൂകന്ന്. അപ്പോഴേക്ക് കോഴി പാത്രത്തിൽ നിന്ന് എല്ലൊക്കെ ആയിട്ട് റെഡിയായിട്ട് വന്നിട്ട് അങ്ങോട്ട് കൂകി. ഇതൊക്കെ ആരോടാണ് സുഹൃത്തെ നിങ്ങൾ ഈ പറയുന്നത്? സാമാന്യ അറിവുകൾക്ക് അതീതമായിട്ടാണത്രേ അള്ളാഹു ഇത്തരം അത്ഭുതങ്ങൾ കാണിച്ചത്. ഇതിനകത്ത് യുക്തിയില്ലാന്ന്. യുക്തിബോധമുള്ള ഒരു ജനതയ്ക്ക് ഇത് പറ്റില്ല എന്നാ പറയുന്നത്. യുക്തിബോധമുള്ള, ചിന്തിക്കാൻ സാധിക്കുന്ന, വിവേചന ബുദ്ധിയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ പൊട്ട പുസ്തകത്തിനകത്തെ ഇതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല എന്നാ പറയുന്നത്. പിന്നെ സ്ത്രീയെയും പുരുഷനെയും ഞാൻ കുറെ നേരമായിട്ട് നിങ്ങളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഖുർആൻ പറഞ്ഞ അണ്ടവും ബീജവും ഏത് പദമാണെന്ന് ഞാൻ ചോദിക്കുന്നുണ്ട്. സ്ത്രീയിൽ നിന്നും പുരുഷനിൽ നിന്നും അണ്ടത്തിൽ നിന്നും ബീജത്തിൽ നിന്നും മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് ഖുർആൻ എവിടെയാണ് പറഞ്ഞത്? ആ അണ്ടത്തിന്റെയും ബീജത്തിന്റെയും പദം ഒന്ന് പറയാൻ പറഞ്ഞു. പിന്നെ ഒരു കുഞ്ഞു തൊട്ടിലിൽ കിടന്ന് സംസാരിച്ചു എന്നൊക്കെ നിങ്ങൾ നിങ്ങളുടെ മദ്രസ ബുദ്ധിക്കാരായിട്ടുള്ള ആളുകളോട് പറഞ്ഞോ സുഹൃത്തെ? നമുക്കത് ബുദ്ധിമുട്ടാണ് വിശ്വസിക്കാൻ. അപ്പൊ ഇത് അത്ഭുതമാണെന്നും അമാനുഷികതയാണെന്നും ഒക്കെ നിങ്ങൾ അങ്ങ് പറഞ്ഞു. അല്ല, ഈ പ്രവാചകൻ മരിച്ചിട്ട് 1400 കൊല്ലം കഴിഞ്ഞു. ഇനിയും ഒരു അത്ഭുതവും കാണിക്കാനില്ലേ? അവസാനത്തെ പ്രവാചകനാണ് മുഹമ്മദ് നബി. ഈ മുഹമ്മദ് നബിയിലൂടെ അത്ഭുതം അവസാനിച്ചു കഴിഞ്ഞാൽ ഇനി വരുന്ന ജനതയ്ക്ക് ഇപ്പൊ വരുന്ന പുതിയ ജനറേഷൻ അള്ളാഹു ഒരു അത്ഭുതം കാണിച്ചു തരും, അള്ളാഹുവിനെ വിശ്വസിക്കാത്ത ആളുകളെ കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ് എന്ന് കുട്ടികൾ വരെ ട്രോളി തുടങ്ങിയ ഈ കാലഘട്ടത്തിലല്ലേ ശരിക്കും പറഞ്ഞാൽ ഒരു നബി വരേണ്ടത്? എന്തെങ്കിലും ഒരു അമാനുഷികതയുമായിട്ട് സൂര്യൻ അവിടെ നിപ്പുണ്ടല്ലോ പിളർത്താൻ. മൂർച്ചയേറിയ ആയുധവുമായിട്ട് അള്ളാഹു ഈ സാഹചര്യത്തിലല്ലേ മലക്കിനെയോ അതല്ലെങ്കിൽ നബിയെയോ ഒക്കെ വിടേണ്ടത്? എന്റെ പൊന്നു സുഹൃത്തെ, നിങ്ങൾക്കിത് വിശ്വസിക്കാം, പക്ഷേ നമ്മളോട് ഇത് വിശ്വസിക്കാൻ പറയരുത്. കാരണം നമ്മൾ ഇതിനെ വിമർശിച്ചുകൊണ്ടേയിരിക്കും. ഇതിനകത്ത് യുക്തിസഹമായിട്ടുള്ള ഒന്നുമില്ലാത്തത് കൊണ്ട്. ഈ കാലഘട്ടത്തിലെ LKG കുട്ടിയുടെ ബുദ്ധിക്ക് പോലും നിരക്കുന്ന ഒരു സാധനവും ഈ പുസ്തകത്തിനകത്ത് ഇല്ലാത്തത് കൊണ്ട് ഈ പുസ്തകം ഉണ്ടാക്കി വെക്കുന്ന കൊള്ളയും കലാപവും ബലാത്സംഗവും ചോരപ്പുഴകൾ ഒഴുക്കുന്നതിനെയും ഒക്കെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ ഗ്രന്ഥത്തിനകത്ത് എന്താണുള്ളത് എന്ന് ഇതിനകത്തെ ബ്ലണ്ടറുകൾ ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ ഖുർആനിലെ അത്ഭുതത്തെക്കുറിച്ചും തൊട്ടിലിൽ കടന്ന് സംസാരിച്ച കുട്ടിയെക്കുറിച്ചും പുരുഷൻ തൊടാതെ ഉണ്ടായ കുട്ടിയെക്കുറിച്ചും അള്ളാഹു ഊതി ഉണ്ടാക്കിയ മറിയമിന്റെ ഗർഭധാരണത്തെക്കുറിച്ചുമൊക്കെ നിങ്ങൾ മദ്രസകളിൽ പോയിട്ടാണ് സംസാരിക്കേണ്ടത്. ഇതുപോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ വന്ന് സംസാരിച്ചാൽ നമ്മൾ ബുദ്ധിപരമായിട്ട് അതിനെ ചോദ്യം ചെയ്യും. ജാമ്യത പറഞ്ഞ കാര്യം ഒന്ന്, ചന്ദ്രനെ പിളർത്തി. അപ്പൊ എന്ത് വാളുകൊണ്ടാണ് പിളർത്തിയിട്ടുള്ളത്? കടൽ പിളർത്തി, എങ്ങനെ പിളർത്തി? ഇതൊക്കെ നിങ്ങൾ മദ്രസയിൽ പോയി പറഞ്ഞാൽ മതി എന്നുള്ളതാണ്. അപ്പൊ ഞാൻ വിശദീകരിക്കുകയാണ്. അന്ന് ഇത്ര വലിയൊരു വാളുണ്ടായിരുന്നു, അതിന് ഇത്ര വലിയ വലുപ്പുണ്ടായിരുന്നു എന്ന് വിശദീകരിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ അത്ഭുതമാവുന്നത്? അത്ര വലിയൊരു വാളുണ്ടെങ്കിൽ, ചന്ദ്രനെ പിളർത്താവുന്ന ഒരു വാളുണ്ടെങ്കിൽ, അതുകൊണ്ടാണ് പിളർത്തിയത് എന്നുണ്ടെങ്കിൽ അതെങ്ങനെ അത്ഭുതമാവുന്നത്? അവിടെ കടല് രണ്ടായിട്ട് പിളരുമാറ്
അതിന് മാത്രം ശക്തിയുള്ള ഒരു വടി, ശാസ്ത്രീയമായി തെളിയിക്കാവുന്ന രീതിയിലുള്ള ഒരു വടിയാണ് മോശെ പ്രവാചകന്റെ കയ്യിലുണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ അതെങ്ങനെ അത്ഭുതമാവുന്നത്? ഇത് അത്ഭുതമാവുന്നത് ഇതൊന്നും അല്ലാതിരിക്കെ, ഇതിനൊന്നും ശക്തി ഇല്ലാതിരിക്കെ ഒരു പ്രവാചകൻ ഇങ്ങനെ ചെയ്യുന്നത് അത് അള്ളാഹുവിന്റെ പിൻബലം അവർക്കുള്ളത് കൊണ്ടാണ്, അള്ളാഹുവിന്റെ സഹായം അവർക്കുള്ളത് കൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാക്കാനല്ലേ ഈ അത്ഭുതം സംഭവിക്കേണ്ടത്. പിന്നെ എന്തിനാണ് ഇതൊക്കെ പറയുന്നത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ജാമിദയെ പോലെയുള്ള നിരീശ്വരവാദിയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ പ്രയാസമാണ്. ഇത് നമ്മൾ സാധാരണ പറയാറുള്ളത് ഇങ്ങനെ ചന്ദ്രനെ പിളർത്തിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കണമെന്ന് നിങ്ങളോട് ആരും പറയാറില്ല. നിങ്ങൾ മൂസാ നബി ചെയ്തിട്ടുള്ള കാര്യം കണ്ടില്ലേ, അതുകൊണ്ട് നിങ്ങൾ ചെയ്യണം, ഇസ്ലാം സ്വീകരിക്കണമെന്ന് നിങ്ങളോട് പറയാറില്ല. ഇത് നമ്മൾ പറയാറുള്ളത് ഒന്ന് ഞങ്ങൾ സ്വന്തത്തോടാണ്, രണ്ട് ഈ എക്യൂപ്പിനോടും ജെറോമിനോടൊക്കെയാണ് ഞങ്ങൾ പറയാറുള്ളത്. ക്രൈസ്തവ വിശ്വാസികളോട് അഥവാ ദൈവ വിശ്വാസികളോടാണ് ഞങ്ങൾ പറയാറുള്ളത്. അതിലൂടെ ഞങ്ങൾക്ക് കിട്ടുന്ന സന്ദേശങ്ങളും ചിന്തകളും ഉണ്ട്. നിങ്ങളെ പോലെയുള്ള ആളുകളോട് നമ്മൾ അധികം സംസാരിക്കാറുള്ളത് യുക്തിയാണ്. എന്തുകൊണ്ട് ഇവിടെ ദൈവത്തിന്റെ ആവശ്യമുണ്ട്, എന്തുകൊണ്ട് ദൈവമില്ല എന്ന് നിങ്ങൾ പറയുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ദൈവമുണ്ട് എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ഞങ്ങൾക്ക് വിശ്വസിക്കാവുന്ന സംഭവം കൊണ്ടുവരട്ടെ, ഇപ്പം ആകാശത്തു നിന്ന് ഒരു സംഭവം വരട്ടെ, ഞങ്ങൾ വിശ്വസിക്കട്ടെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞത് ഓക്കെ, അത് മാത്രം ഇവിടെ എന്തേ ഉള്ളൂ, മുഖവിലേക്ക് എടുക്കാവുന്ന പോയിന്റ് ഉള്ളൂ. നിങ്ങൾക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അങ്ങനെയുള്ള ഒരു സംഭവം വന്നാൽ പോലും, ആകാശത്ത് നിന്ന് കെട്ടിയിറക്കിയിട്ട് നിങ്ങൾക്കൊരു സംഭവം കിട്ടിയാൽ പോലും നിങ്ങൾ പറയുക അത് മറ്റുള്ള വ്യാഖ്യാനങ്ങളായിരിക്കും. എന്തല്ല പറയാൻ പോകുന്നത്, ശരിയാണല്ലോ അള്ളാഹു ഉണ്ട് എന്നല്ല നിങ്ങൾ വിശ്വസിക്കാൻ പോകുന്നത്, അതിന് മറ്റുള്ളൊരു വ്യാഖ്യാനമായിരിക്കും നിങ്ങൾ നൽകാൻ പോകുന്നത്. ഇനി ഇങ്ങനെ എങ്ങനെയെങ്കിലും പെടാപ്പാട് പെട്ടിട്ട് ഇങ്ങനെ മനുഷ്യന്മാരെ സന്മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയാതെ വിഷമിച്ച് നിൽക്കുന്ന ഒരാളാണോ ദൈവം, അള്ളാഹു? അതുമല്ല. അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. മനുഷ്യന്മാരല്ലാത്ത മറ്റുള്ള ജീവികളെ മുഴുവൻ നിങ്ങൾ എടുത്തോളൂ, അവർക്കൊന്നും യാതൊരു പ്രശ്നമില്ല. അവർക്കറിയാം ഇവിടെ എങ്ങനെ ജീവിക്കണം, എന്ത് ഉൽപ്പാദിപ്പിക്കണം, ആരുമായിട്ട് ഇണചേരണം, ഇതൊക്കെ അവർക്കറിയാം. ഇതൊക്കെ ആ ദൈവം കാണിച്ചു കൊടുത്ത മാർഗദർശനം തന്നെയാണ്. മനുഷ്യന്മാർക്ക് മാത്രമാണ് ഫ്രീ വില്ലായിട്ട് നൽകിയിട്ടുള്ളത്. നന്മ കാണിച്ചു കൊടുക്കുന്നു, തിന്മ കാണിച്ചു കൊടുക്കുന്നു. മനുഷ്യന്മാർ ചെയ്യുന്ന കാര്യം അവരുടെ റെസ്പോൺസിബിലിറ്റിയിലേക്ക് വിടുന്നു. ഇത് മനുഷ്യന്മാർക്ക് നൽകിയത് കൊണ്ടാണ് നിങ്ങളിപ്പോ ഈ പറഞ്ഞ രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ആദം നബി മുതലുള്ള സംഭവങ്ങൾ നിങ്ങൾ പറഞ്ഞല്ലോ. മനുഷ്യന്മാരിലെ ഈ പ്രശ്നങ്ങളും കാര്യങ്ങളും ഇനി തെളിവുകൾ തന്നെ തന്നാലും, നിങ്ങളുടെ മുന്നിൽ കെട്ടിയിറക്കി തന്നാലും നിങ്ങൾ നിഷേധിക്കാനൊക്കെ കാരണം എന്താണ്? മനുഷ്യന്മാർക്ക് നൽകിയിട്ടുള്ള ഈ സവിശേഷതയാണ്. ഈ സവിശേഷതയെ പറ്റിയും നമ്മളുടെ ലക്ഷ്യത്തെ പറ്റിയും അതിനുള്ള മാർഗത്തെ പറ്റിയും ഒക്കെ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതാണ് പരിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ജീവിതവും. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ലോകാവസാനം വരെ. എന്റെ പൊന്നു സുഹൃത്തെ, നിങ്ങൾ എവിടം കൊണ്ടാണ് ചിന്തിക്കുന്നത് എന്ന് വീണ്ടും വീണ്ടും പറയേണ്ടി വരിക. താങ്കൾക്ക് എക്യൂപ്മിനോടും ജെറമിനോടും മാത്രമായിട്ട് ഈ ദൈവിക ബോധനം എവിടെ ഇറങ്ങി? നിങ്ങളല്ലേ പറയുന്നത് മനുഷ്യനു വേണ്ടിയാണ് ഈ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളതെന്ന്. യാ അയ്യുഹന്നാസ്, എന്താ ആ മനുഷ്യരിൽ ഞാൻ പെടില്ലേ? നിരീശ്വരവാദികളും യുക്തിവാദികളും ഒന്നും പെടില്ലേ? ഒരു പൊതുസമൂഹത്തോട് നിങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതിന്റെ ബ്ലണ്ടറുകൾ എന്താണ്, കളവുകൾ എന്താണ്, ഒരു കാലഘട്ടത്തിനും യോജിക്കാത്ത ഒരു പൊട്ട പുസ്തകവും കയ്യിൽ പിടിച്ചിട്ടാണ് ഇവർ ഈ ജനങ്ങൾക്ക് സന്മാർഗമെന്നും പറഞ്ഞ് ആകാശത്ത് നിന്ന് കെട്ടിയിറക്കിയ ഒരു പുസ്തകമെന്നും പറഞ്ഞ് ഇറങ്ങിയിരിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കാനേ ചില ബാധ്യതകളുണ്ട്. പിന്നെ ചന്ദ്രനെയും കടലിനെയും ഒക്കെ വാളുകൊണ്ടാണ് പിളർത്തിയതെങ്കിൽ അത് അത്ഭുതമാകത്തില്ല എന്ന് സുഹൃത്തെ നിങ്ങൾ വിശ്വസിച്ചോ? ചന്ദ്രനെ പിളർത്തി, ശരി, ജിബ്രീലിന്റെ ചിറക് വന്ന് ചന്ദ്രനിലേക്ക് അടിച്ചത് കൊണ്ടാണ് ചന്ദ്രന് കുറച്ച് ശോഭ കുറഞ്ഞു പോയത് എന്നാണ് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലുള്ളത്. നിങ്ങളത് വിശ്വസിച്ചോ സുഹൃത്തെ? ഇത് പൊട്ടത്തരമാണെന്നും കെട്ടുകഥകളാണെന്നും ഒരു വടി കൊണ്ട് കടലിലടിച്ചപ്പോഴേക്ക് കടൽ രണ്ടായിട്ട് അങ്ങോട്ട് പിളർന്നു, എന്നിട്ട് മൂസയ്ക്കും ടീമിനും പോകാനുള്ള വഴിയൊരുക്കി. നിങ്ങളിത് വിശ്വസിച്ചോ സുഹൃത്തെ? നിങ്ങൾക്ക് ക്രിസ്ത്യാനികളെ വിശ്വസിപ്പിക്കാൻ കഴിയില്ല, കാരണം നിങ്ങളെക്കാട്ടിൽ കൂടുതൽ ഖുർആനും ഹദീസും ഒക്കെ ഇന്ന് അവർക്കറിയാം. പിന്നെ അള്ളാഹു വളരെ കഷ്ടപ്പെട്ടിട്ട് ഒരു പുസ്തകം ഇങ്ങോട്ട് ഇറക്കിയിരുന്നെങ്കിൽ, അതല്ലെങ്കിൽ ഒരു അത്ഭുതം, ഒരു പ്രവാചകൻ, ഒരു മലക്ക് അങ്ങനെ ഇറക്കിയിരുന്നെങ്കിലും ഞങ്ങൾ വിശ്വസിക്കില്ല എന്ന് നിങ്ങൾ എങ്ങനെ പറയും? പടച്ചോനല്ലേ അത് തീരുമാനിക്കേണ്ടത്. കാരണം അള്ളാഹുവിന്റെ ബാധ്യതയാണ് അവന്റെ സൃഷ്ടികൾക്ക് സന്മാർഗമുണ്ടാക്കി കൊടുക്കുക എന്നത്. അള്ളാഹു വിചാരിച്ചാൽ നിഷ്പ്രയാസം എല്ലാ യുക്തിവാദികൾക്കും സന്മാർഗം കിട്ടില്ലേ? അപ്പൊ പിന്നെ നിങ്ങൾ എങ്ങനെ നേരത്തെ പറയുക
ഇത് വിശ്വസിക്കില്ല, നിങ്ങൾക്ക് ഇനി ഇതിന്റെ അപ്പുറം അത്ഭുതം കിട്ടിയാലും വിശ്വസിക്കത്തില്ല എന്ന് നിങ്ങൾ എങ്ങനെ പറയും? അത് തീരുമാനിക്കുന്നത് പടച്ച റബ്ബല്ലേ, അള്ളാഹു അല്ലേ അത് ചെയ്യേണ്ടത്. എന്താണ് ഇപ്പൊ കേൾക്കുന്നുണ്ടോ? നല്ല സ്ഥലത്തല്ല ഞാനുള്ളത്. ഹലോ, കേൾക്കുന്നുണ്ടോ? അപ്പോ നന്മയും തിന്മയും എന്തുവാണ് സുഹൃത്തെ? നന്മയുടെയും തിന്മയുടെയും മാനദണ്ഡം നിങ്ങൾ ഈ പബ്ലിക്കിനെ പഠിപ്പിക്കുന്നത്. വൽ അസ്റിന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, എന്താണ് സുഹൃത്തെ ആ വചനത്തിൽ പറഞ്ഞ നന്മ? വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ, എന്താണ് സുഹൃത്തെ ആ ഹഖ്? ലാ ഇലാഹ ഇല്ലല്ലാ മാത്രമേ നിങ്ങൾക്ക് നന്മയായിട്ടുള്ളൂ. പിന്നെ അള്ളാഹു പെടാപ്പാട് പെട്ടിരിക്കുവാണോ എന്ന് ചോദിച്ചല്ലോ, തീർച്ചയായിട്ടും. ഹമാസ്, അൽ ഖ്വയ്ദ, ലഷ്കർ ഇ തൊയ്ബ, ഐസിസ്, പോപ്പുലർ ഫ്രണ്ട്, നൂറുകണക്കിന് ആയിരക്കണക്കിന് തീവ്രവാദ സംഘടനകളെ ഉണ്ടാക്കി അമുസ്ലിങ്ങളെ കൊന്നൊടുക്കി അള്ളാഹുവിന്റെ ലോകം സ്ഥാപിക്കാൻ, അള്ളാഹുവിന്റെ ഭരണം സ്ഥാപിക്കാൻ, മുസ്ലിങ്ങൾ മാത്രമുള്ള ഒരു ലോകം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് പെടാപ്പാട് പെടുന്ന ഒരു പടച്ചവനെ ഖുർആനിൽ ഞാൻ കാണിച്ചു തരണോ? എത്ര വചനങ്ങളിലൂടെ കാണിച്ചു തരണം? നിന്റെ അടുത്ത് താമസിക്കുന്ന അമുസ്ലിമിനോട് നീ യുദ്ധം ചെയ്തിട്ടാണെങ്കിലും ശരി, അവനെ നീ മതത്തിലേക്ക് കൊണ്ടുവരണം, അതല്ലെങ്കിൽ അവനെ കൊന്നുകളഞ്ഞേക്ക്, അവൻ നിന്നിൽ ഭീകരത കണ്ടെത്തട്ടെ എന്ന് പറയുന്ന പടച്ചവന്റെ പെടാപ്പാടിനെ കുറിച്ച് ഞാൻ ഇനി നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതായിട്ടുണ്ടോ? ലോകം മുഴുവനും ഇസ്ലാമിന്റെ കാൽ കീഴിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി കുറെ കാലമായിട്ട് പണിപ്പെട്ട് കുറെ പുസ്തകങ്ങൾ ഇറക്കി, ആ പുസ്തകങ്ങളൊക്കെ സംരക്ഷിക്കാൻ പറ്റാതെ അവസാനമായിട്ടൊരു മമ്മദണ്ണനെ ഇറക്കി, അണ്ണൻ ഒരു പുസ്തകവും കൊടുത്തു, അതിനെയും സംരക്ഷിക്കാൻ പറ്റാതെ ഇപ്പതാണ്ട യുദ്ധവും കെടുതികളും കലാപങ്ങളും കൊള്ളകളും കൊലകളും ബലാത്സംഗങ്ങളും ഒക്കെ ആയിട്ട് ഇസ്ലാമിനെ മാത്രം ലോകത്ത് സ്ഥാപിക്കാൻ നടക്കുന്ന ഒരു പുസ്തകത്തെയും ഒരു ഗ്രന്ഥത്തെയും ഒരു പടച്ചവനെയും കുറിച്ചിട്ടാണോ നിങ്ങൾ ഈ യുക്തിയെന്നും നന്മയെന്നും തിന്മയെന്നും ഒക്കെ പറഞ്ഞ് പ്രസംഗിക്കുന്നത്? നിങ്ങള് യഥാർത്ഥത്തിൽ ഇതുപോലെ ഒരു ചർച്ചയിൽ നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളല്ല പറയേണ്ടത്. നിങ്ങൾ അതിന്റെ ഈ പറയപ്പെട്ട യുക്തി എങ്ങനെയാണ് ശരിയാവുക എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. നേരെ മറിച്ച് നിങ്ങൾ ഈ ഗ്രന്ഥം യുദ്ധം ചെയ്യാൻ പറയുന്നു, അയൽവാസിയെ കൊല്ലാൻ പറയുന്നു, അങ്ങനെ പറയുന്നു, ഇങ്ങനെ പറയുന്നു, ഈ സംഭവങ്ങളിലേക്കാണ് പോകുന്നത്. അതിന്റെ യാഥാർത്ഥ്യം എന്താണ്? അത് നമുക്ക് എന്തുകൊണ്ട് ഞങ്ങളൊന്നും ഈ ആയത്ത് വായിച്ചിട്ട് അയൽവാസികളെ കൊല്ലുന്നില്ല എന്നുള്ളതൊക്കെ നമുക്ക് മറ്റുള്ള ചർച്ചകളിൽ മറ്റുള്ള വേദികളിലാണ് നമ്മൾ സംസാരിക്കേണ്ടത്. ഇവിടെ ദൈവം ഇങ്ങനെ ഒരു മാർഗദർശനം നൽകിയിട്ടുണ്ടോ? ഇസ്ലാം എന്നുള്ള ഒരു സംഭവം ഉണ്ടോ? മനുഷ്യന്മാർക്ക് മാത്രം എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ടോ? മരണം കൊണ്ട് അവസാനിക്കുന്നുണ്ടോ? ഇങ്ങനത്തെ നമ്മളുടെ ചിന്തകളിൽ നമുക്ക് പഠനത്തിന് വിധേയമാക്കാവുന്ന ചില ചർച്ചകൾക്കാണ് യഥാർത്ഥത്തിൽ ആ ഒരു രീതിയിലാണ് ഈ ഒരു ചർച്ച പോകുന്ന ഒരു രീതി. നിങ്ങൾ മറ്റൊരു രീതിയിലേക്ക് അത് മാറ്റിയെടുക്കാനും വേണ്ടിയിട്ട് നോക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു ആവശ്യമില്ല. നിങ്ങളോട് പറയാനുള്ളത്, ഈ പറയപ്പെട്ട രീതിയിൽ മനുഷ്യന്മാർക്ക് ഇങ്ങനെ ഒരു മാർഗദർശനം കൊടുത്തിട്ട് പെടാപ്പാട് പെടുന്ന ഒരു അവസ്ഥ കാശ്മീരിലും അവിടെയും ഫലസ്തീനിലും ഇവിടെയൊക്കെ കാണുന്നു എന്നുള്ളതാണ്. നേരെ മറിച്ച് ഇതേ കാര്യം തന്നെയാണ് ദൈവം പറയുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ ഇങ്ങനെ പരസ്പരം യുദ്ധങ്ങൾ ചെയ്യും, കലഹിക്കും, നിങ്ങൾ തിന്മകൾ ചെയ്യും, നന്മകൾ ചെയ്യും. കാരണം നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചത് ആ ഒരു പ്രകൃതത്തിലാണ്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ജീവിതം മരണം കൊണ്ട് അവസാനിക്കുന്നില്ല. അവസാനമില്ലാത്ത ഒരു പരലോക ജീവിതം നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇന്ന രീതിയിൽ നല്ലവരായി ജീവിക്കുക. ആ മാർഗദർശനം മനസ്സിലാക്കി നല്ലവരായി ജീവിക്കാനാണ് പറയുന്നത്. ഈ തിന്മകളൊക്കെ നിങ്ങൾക്കുണ്ടാവും, ആ രീതിയിലാണ് നിങ്ങളെ ഞാൻ സൃഷ്ടിക്കുന്നത് എന്ന് തന്നെയാണ് പറയുന്നത്. അല്ലാതെ പെടാപ്പാട് പേടല്ല ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഉണ്ടാവുക എന്ന് മുൻകൂട്ടി പറഞ്ഞിട്ട് തന്നെയാണ് നമ്മളെയൊക്കെ ഇങ്ങോട്ട് പറഞ്ഞയച്ചിട്ടുള്ളത്. അപ്പൊ അതിലേക്ക് നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന രീതിയിലുള്ള യുക്തിപരമായിട്ടുള്ള, അതേപോലെ തന്നെ എല്ലാ അർത്ഥത്തിലും ഇത് ശരിയാണ് എന്ന് ബോധ്യപ്പെടാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇതിലുണ്ട്. അതിന്റെ അന്വേഷണം നിങ്ങൾ മുന്നോട്ട് പോവട്ടെ. അല്ലാതെ നിങ്ങൾ ഒരു പരിഹസിച്ചുകൊണ്ട് സംസാരിക്കുക, പ്രവാചകനെ മുഹമ്മദ് എന്നുള്ള പേര് അല്പം ചരിച്ച് പറഞ്ഞിട്ട് വഷളാക്കാൻ വേണ്ടി ശ്രമിക്കുക, അതിലൊന്നല്ല വേണ്ടത്. മാന്യമായിട്ട് സംസാരിച്ചിട്ട് സത്യം കണ്ടെത്താൻ വേണ്ടിയിട്ട് നോക്കുക. കാരണം ഏത് സമയത്തും നമ്മുടെ ജീവിതം അവസാനിക്കും എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അല്ല സുഹൃത്തെ, നിങ്ങൾ എന്തുവാണ് ഈ പറയുന്നത്? ഒരു സെക്കൻഡ്, ഞാൻ ഒരു പോയിന്റും കൂടി ഒന്ന് പറഞ്ഞോട്ടെ. അതായത് മുൻകൂട്ടി നമ്മൾ എന്ത് പ്രവർത്തിക്കണം എന്ന് മുൻകൂട്ടി അള്ളാഹു തീരുമാനിച്ചയച്ചതാണെന്ന്. പിന്നെ എന്തിനാണ് സുഹൃത്തെ നരകവും സ്വർഗവും പരലോകവും ശിക്ഷയും വിചാരണയും ഖബറും? ഇതൊക്കെ എന്തിനാണ് സുഹൃത്തെ? ഒരു മാതാവിന്റെ ഗർഭാശയത്തിൽ ഒരു കുട്ടി 4 മാസവും 10 ദിവസവും പ്രായമാകുമ്പോൾ തന്നെ 4 കാര്യങ്ങൾ അള്ളാഹു രേഖപ്പെടുത്തുമെന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. ആ 4 കാര്യങ്ങളിൽ ഒന്ന് അവൻ സൗഭാഗ്യവാനാണോ ദൗർഭാഗ്യവാനാണോ എന്നാണ്.
അത് നേരത്തെ തന്നെ രേഖപ്പെടുത്തി വെച്ചതിനനുസരിച്ചിട്ടല്ലേ നജീബിനെ അവിശ്വാസിയാക്കിയതും എന്നെ അവിശ്വാസിയാക്കിയതും അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ് എന്ന് നജീബ് തന്നെ പറഞ്ഞു കഴിഞ്ഞു. കാരണം മുൻകൂട്ടി അള്ളാഹു തീരുമാനിച്ച് അയച്ചതാണ് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. ഖുർആനും അത് പറയുന്നുണ്ട്, ഹദീസും അതിനെ സാധൂകരിക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് സുഹൃത്തെ ഈ പരലോകവും സ്വർഗവും? ശരിയാണ്, നിങ്ങൾ ഈ മരണമൊന്നും പറഞ്ഞ് പേടിപ്പിക്കല്ലേ. എല്ലാ മനുഷ്യനിലും മരണമുണ്ട്. ഇപ്പൊ അടുത്ത മണിക്കൂറിൽ നമ്മൾ ഉണ്ടാകുമോ ഇല്ലേ എന്നറിയാത്ത വളരെ ദുർബലമായ ഒരു ജീവിതമാണ് നമുക്കുള്ളത്. ശരിയാണ്, അതൊക്കെ സമ്മതിക്കുന്നു. എന്ന് കരുതി ഇല്ലാത്തതിനെയും കടിച്ചാൽ പൊട്ടാത്ത കളവുകളെയും ഒക്കെ വിശ്വസിക്കേണ്ട കാര്യമുണ്ടോ സുഹൃത്തെ? മൈക്ക് മ്യൂട്ട് അറിയുന്നത് കൊണ്ടല്ല ഞാൻ മുസ്ലിമായിട്ട് ശരി ഞാനുണ്ട്. ചിലപ്പോ എനിക്കൊരു പച്ചക്കുത്ത് വന്നപ്പോ തെറ്റിദ്ധാരണ വന്നായിരിക്കും. ഞാൻ ഇവിടെ ജാമ്യത അവസാനിപ്പിച്ചതാണോ അതോ പെട്ടെന്ന് മ്യൂട്ട് ആയതുപോലെ തോന്നി? അതല്ലല്ല, എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതായത് അള്ളാഹു നേരത്തെ തന്നെ ഒരാൾ എന്ത് പ്രവർത്തിക്കണം എന്ന് കൃത്യമായി അള്ളാഹു തീരുമാനിച്ചിട്ടാണ് വിടുന്നത്. അള്ളാഹു തന്നെ പറയുന്നുണ്ട്, ഞാൻ വിചാരിച്ചിരുന്നെങ്കിൽ എല്ലാവരെയും സന്മാർഗത്തിലാക്കുമായിരുന്നു, പക്ഷേ ഞാനത് വിചാരിച്ചിട്ടില്ല. അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു സന്മാർഗത്തിലാക്കും, അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു ദുർമാർഗത്തിലാക്കും എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്തിനാണ് സുഹൃത്തെ ഈ നരകവും സ്വർഗവും പരലോകവും വിചാരണയും ശിക്ഷയും രക്ഷയും ഒക്കെ? ഓക്കെ നല്ലൊരു ചോദ്യമാണ്. മാത്രമല്ല എന്റെ സംസാരത്തിൽ നിന്ന് ചിലപ്പോ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വരാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് എനിക്കും ജാമ്യത പറയുന്ന സമയത്ത് എനിക്ക് തോന്നി. കാരണം ഞാൻ പറഞ്ഞു, ഇവിടെ മനുഷ്യന്മാര് അള്ളാഹു പെടാപ്പാട് പെടുകയല്ല, നേരെ മറിച്ച് മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ ആ രീതിയിലാണ്, അഥവാ ഫ്രീ വില്ലോട് കൂടിയിട്ടാണ്. അപ്പൊ അതിൽ മനുഷ്യൻ നന്മ ചെയ്യാനും തിന്മ ചെയ്യാനും സാധ്യത ഉണ്ട്. പക്ഷെ മാർഗദർശനം എന്നുള്ള രീതിയിൽ നന്മയും തിന്മയും കൃത്യമായി കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് ഞാൻ പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ പിന്നെ സ്വർഗത്തിനും പരലോകത്തിനും എന്ത് പ്രസക്തി എന്നുള്ള രീതിയിൽ ആ വിധിവിശ്വാസവുമായി ബന്ധപ്പെട്ട് അതിലേക്കുള്ള ചില കാര്യങ്ങൾ ചേർത്തിട്ടാണ് ഇവിടെ ജാമ്യത പറഞ്ഞിട്ടുള്ളത്. ഇവിടെ അതൊരു തെറ്റിദ്ധാരണയാണ്. ആദ്യം പറഞ്ഞത് അതാണ് എന്റെ വാസ്തവം. മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ളത് മനുഷ്യന്റെ പ്രത്യേകത ആ ഫ്രീ വില്ലോട് കൂടിയിട്ടാണ്, അതിന്റെ ഭാഗമായിട്ടാണ് ഈ യുദ്ധങ്ങളും കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ള ജീവികളെ പോലെ തന്നെ കേൾക്കുന്നില്ല. നോക്കാം. കേൾക്കുന്നില്ല, എനിക്ക് മാത്രമാണോ കേൾക്കാത്തത്? എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഒരു ഫോൺ വന്നിട്ടുണ്ട്. നജീബൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യട്ടോ. നിങ്ങൾക്കൊരു ഫോൺ വന്നുകൊണ്ടാണെന്ന് തോന്നുന്നു, ഞങ്ങൾക്ക് ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല അഥവാ നിങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ. ജാമ്യ ടീച്ചർ ഒരു 30 seconds നമുക്ക് വെയിറ്റ് ചെയ്യാം. അദ്ദേഹം ഒരു കോളിലാണെന്ന് തോന്നുന്നു. ശരി, ഓക്കെ. ഇത് കേട്ടതിൽ നിന്ന് ആരാണ് മോഡറേറ്റർ? സംസാരിക്കുക. നിങ്ങൾക്ക് എന്താണ് ഇതിനകത്ത് നിന്ന് മനസ്സിലായത് എന്ന് ഓഡിയൻസിന് അറിയണമല്ലോ. ഞാൻ ലൈവ് പോകുന്നുണ്ടേ. എന്നാ ഒരു പണി ചെയ്യാം. നജീബ് തിരിച്ചു വന്നിട്ടുണ്ട്. നജീബ് പറഞ്ഞു നിങ്ങളൊരു കോളിലാണെന്ന് തോന്നുന്നു. അതെ, അർജന്റ് കോൾ ആയതുകൊണ്ട് എടുത്തായിരിക്കും. ഞാൻ പറഞ്ഞത് എന്തൊക്കെ കാര്യം എന്താ വെച്ചാൽ, ഒന്നാമത്തെ ഭാഗം അത് ഞാൻ പറഞ്ഞത് ആണ് അതിന്റെ കാര്യം. മനുഷ്യരുടെ പ്രത്യേകത ഇതുകൊണ്ടാണ് ഇവിടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ആ രീതിയിൽ തന്നെയാണ് അള്ളാഹു നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നാൽ അതിനർത്ഥം ഈ പറയപ്പെട്ട നമ്മളുടെ ഓരോ കർമ്മങ്ങളും അള്ളാഹു മുൻകൂട്ടി നിശ്ചയിച്ചതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് പിന്നെ സ്വർഗവും നരകവും നിശ്ചയിക്കുന്നത് അത് ശരിയായ കാര്യമാണോ എന്നുള്ള ഒരു സംഭവം, അത് മറ്റൊരു കാര്യമാണ്. ആ വിഷയത്തിൽ നിങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ അങ്ങനെ സംസാരിക്കുന്നത്. അവിടെ പറയാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളെ പറ്റിയും കൃത്യമായിട്ട് നമ്മെ സൃഷ്ടിക്കുന്നതിന് മുൻപ് തന്നെ അറിവുള്ള ആളാണ് നമ്മളുടെ സൃഷ്ടാവ്. അള്ളാഹു ഇത് അറിയുന്നവനാണ്. അവൻ അത് എഴുതി വെക്കാൻ കഴിവുള്ളവനാണ്. നമ്മളെ സൃഷ്ടിക്കുന്നതിന് മുൻപ് തന്നെ അവൻ അത് എഴുതി വെക്കാൻ കഴിവുള്ളവനാണ്. പക്ഷെ നമ്മൾ പ്രവർത്തിക്കുന്നത് ആ എഴുത്തിന്റെ അടിസ്ഥാനത്തിലല്ല, നമ്മളുടെ ഫ്രീ വില്ലിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ പ്രവർത്തിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾക്ക് നൽകിയിട്ടുള്ള ഫ്രീ വില്ലിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ തെരഞ്ഞെടുക്കുന്നതും അതിന്റെ ഉത്തരവാദികളും നമ്മളാണ്. പക്ഷെ നമ്മൾ എന്ത് പ്രവർത്തിക്കും എന്ന് കൃത്യമായിട്ട് അറിയുന്ന അള്ളാഹു മുൻകൂട്ടി അത് എഴുതി വെച്ചിട്ടുണ്ട്. അതിനെതിരായിട്ട് യാതൊന്നും സംഭവിക്കുകയില്ല. കാരണം അത് അവന്റെ മുന്നറിവാണ്. അവൻ ഉദ്ദേശിക്കുന്നതല്ലാതെ നമ്മൾക്ക് ഉദ്ദേശിക്കാൻ പറ്റില്ല. അവൻ ഉദ്ദേശിക്കുന്നതല്ലാതെ ഇവിടെ നടക്കുകയുമില്ല. ഇതും ശരിയാണ്.
ലോകത്തുള്ള എന്ത് കാര്യം നടക്കണമെന്നുണ്ടെങ്കിലും നമ്മൾക്ക് അള്ളാഹുവിന്റെ അനുമതി വേണം, അള്ളാഹുവിന്റെ ഉദ്ദേശം വേണം. നമ്മുടെ ഉദ്ദേശങ്ങൾക്ക് പോലും ആ ഉദ്ദേശങ്ങൾ നമ്മൾ ഉദ്ദേശിച്ചാലും ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? അള്ളാഹു ആ കാര്യം ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ. അള്ളാഹു കൃത്യമായി ഈ എല്ലാ കാര്യങ്ങളും കൂട്ടിയോജിപ്പിക്കുമ്പോഴാണ് നിങ്ങൾക്ക് വിഷയം ക്ലിയർ ആവുക. ഈ അർത്ഥത്തിൽ അള്ളാഹു നീതിമാനാണ്. ഒരാൾ നന്മ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അള്ളാഹു അവൻ നന്മയിലേക്ക് വഴി നടത്തും. ഒരാൾ തിന്മ പ്രവർത്തിക്കാൻ ഉദ്ദേശിച്ചാൽ അള്ളാഹു ചിലപ്പോൾ അവർക്ക് അനുവാദം നൽകും, ചിലപ്പോൾ അനുവാദം നൽകില്ല. അള്ളാഹുവിന് അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ആ തിന്മ പ്രവർത്തിക്കാൻ പോലും സാധിക്കുകയുള്ളൂ. ഇതൊക്കെ ആ അർത്ഥത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്തായിരിക്കും ചോദിച്ചാൽ, നമ്മളുടെ പ്രവർത്തികൾക്ക് നാം ആണ് ഉത്തരവാദി. ഇത് അള്ളാഹുവിന് മുൻകൂട്ടി അറിയാവുന്നത് കൊണ്ട് അള്ളാഹു ഇതെല്ലാം മുൻകൂട്ടി എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് എന്റെ കാര്യം. അയ്യോ, ഇതിനകത്ത് തലയ്ക്കകത്ത് ആളുതാമസമുള്ള ആരെങ്കിലും ഉണ്ടോ? എക്യുപ്പേ, ഇത്രയും വലിയ നമ്മള് ഇത്രയും നിസ്സഹായ അവസ്ഥയിലേക്ക് പോകരുത് പ്ലീസ്. നിങ്ങൾ ആരെങ്കിലും ഇതിനകത്ത് ഇടപെടണം. കാരണം ഞാൻ പറയാവുന്നതിന്റെ പരമാവധി പറഞ്ഞു കഴിഞ്ഞു. എന്റെ പൊന്നാര നജീബ് സുഹൃത്തെ, ഇത്രയും നിഷ്കളങ്കനായിട്ടുള്ള ഒരു സുഹൃത്തിനെ ക്ലബ് ഹൗസിൽ കിട്ടിയതിൽ വളരെ സന്തുഷ്ടയാണ് ഞാൻ. സുഹൃത്തെ, ഞാൻ നിരീശ്വരവാദിയാകണം, ഇസ്ലാമിനെ വിമർശിക്കണം എന്നത് നേരത്തെ തന്നെ അള്ളാഹു തീരുമാനിച്ചു വെച്ചിരിക്കുവാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ എന്ത് പിഴച്ചു സുഹൃത്തെ? പിന്നെ ഈ ഫ്രീ വില്ലിനെ കുറിച്ച് എന്താണ് സുഹൃത്തെ നിങ്ങൾ പറയുന്നത്? അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ ഈ പ്രകൃതിയിൽ ഒരു പഴുത്ത ഇല പോലും അനങ്ങില്ല. എന്നിട്ടാ അള്ളാഹു പറയുവാണ്, വല്ലദീന കഫറൂ സവാഉൻ അലൈഹിം അൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ. നിങ്ങൾ മുന്നറിയിപ്പ് നൽകിയാലും നൽകിയില്ലെങ്കിലും അവര് വിശ്വസിക്കാൻ പോകുന്നില്ല. കാരണം അള്ളാഹു നേരത്തെ തന്നെ ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സംഇഹിം വഅലാ അബ്സ്വാരിഹിം ഗിശാവ, അവരുടെ ഹൃദയങ്ങളിലും അവരുടെ കാതുകളിലും അവരുടെ കണ്ണുകളിലും അള്ളാഹു സീൽ ഏർപ്പാട് ചെയ്തു വെച്ചിരിക്കുവാണ്. ഇങ്ങനത്തെ ഒരു പടച്ചവനെ എങ്ങനെയാണ് സുഹൃത്തെ നീതിമാൻ എന്നൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത്? ഞാൻ വിശ്വസിക്കരുത്, ഞാൻ ചിന്തിക്കരുത്, ഞാൻ കാണരുത്, കേൾക്കരുത്, പറയരുത്. നേരത്തെ തന്നെ അള്ളാഹു അത് തീരുമാനിച്ചു വച്ചിരിക്കുവാണ്. എന്നിട്ട് അള്ളാഹു തന്നെ പറയാണ്, വലഖദ് ദറഅനാ ലി ജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്. മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നും ഒരു വിഭാഗം ആളുകളെ കൊണ്ട് ഞാൻ നരകം നിറയ്ക്കുക തന്നെ ചെയ്യും. എന്താണ് അവർ ചെയ്ത തെറ്റ്? ലഹും ഖുലൂബുൻ, അവർക്ക് ഹൃദയം ഉണ്ടായിരുന്നു, ലാ യഫ്ഖഹൂന ബിഹാ, അതുകൊണ്ട് അവർ ചിന്തിച്ചിട്ടില്ല. ലഹും അയുനില്ല, അവർക്ക് കണ്ണുകൾ ഉണ്ടായിരുന്നു, ലാ യുബ്സിറൂന ബിഹാ, അതുകൊണ്ട് അവർ കണ്ടിട്ടില്ല. ലഹും ആദാനുൻ, അവർക്ക് ചെവികൾ ഉണ്ടായിരുന്നു, ലാ യസ്മഊന ബിഹാ, അതുകൊണ്ട് അവർ കേട്ടിട്ടില്ല. അത് ചോദിക്കട്ടെ സുഹൃത്തെ, ഇതൊക്കെ കാണണമെങ്കിലും കേൾക്കണമെങ്കിലും ചിന്തിക്കണമെങ്കിലും അള്ളാഹു നേരത്തെ തന്നെ തീരുമാനിച്ചു വെക്കണമെന്നാണ് ഖുർആൻ പറയുന്നത്. അത് തന്നെയാണ് നജീബ് സുഹൃത്തും ഇവിടെ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ മനുഷ്യന്റെ ഫ്രീ വില്ലിനെ കുറിച്ചും പരലോകം, സ്വർഗം, നരകം, വിചാരണ എന്തുവാണ് സുഹൃത്തെ? ഇതൊക്കെ എന്താണ്? കെട്ടുകഥകൾ ബാലമംഗളത്തിൽ പോലും ഇല്ലല്ലോ സുഹൃത്തെ, ഇത്രയും യുക്തിക്ക് നിരക്കാത്ത കഥകൾ. ജാമിദ പറയുന്ന കാര്യം എന്താ വെച്ചാൽ, അള്ളാഹു മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല എല്ലാ ഭാഗത്തും സീൽ ചെയ്ത് വെച്ചിട്ടുമുണ്ട്. പിന്നെ എങ്ങനെയാണ് നീ താക്കീത് നൽകിയാലും ശരി നൽകിയിട്ടില്ലെങ്കിലും ശരി അവർ വിശ്വസിക്കുകയില്ല? പിന്നെ എന്താണ്, പിന്നെ എവിടെയാണ് ഈ ഫ്രീ വില്ല് എന്നുള്ളതാണ് ചോദിക്കുന്നത്. വളരെ ശരിയാണ്, കറക്റ്റ്. ഈ മൂടി, ഈ സീല് ചെയ്യപ്പെട്ടിട്ടുള്ള ജാമിദക്ക് ഞാൻ എത്ര പറഞ്ഞു തന്നാലും ഈ കാര്യം മനസ്സിലാവില്ല. അതാണ് എന്റെ യാഥാർത്ഥ്യം. ഇനി ജാമിദ വിചാരിക്കുകയാണ്, ഇങ്ങനെ പോയ കാര്യമല്ല, നമ്മൾ ഈ വാശിയും അസ്ലും എത്ര നേരം നമ്മൾ പിടിച്ചു നിൽക്കും? ഇതിൽ വല്ല സത്യം ഉണ്ടെങ്കിൽ അതെനിക്ക് മനസ്സിലാക്കണമല്ലോ. സംഗതി സംഭവം ശരിയാണ്, എനിക്ക് ഇങ്ങനെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതിന്റെ ദേഷ്യം ഞാൻ തീർക്കുകയാണ്. പക്ഷെ ഞാൻ അതൊക്കെ മാറ്റി വെച്ച് ഇങ്ങനെ ഹെക്യൂബ് ജെറം, ഇതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഒരു അവലോകനം നടത്തു വേഗം. കാരണം ഇത് ഇങ്ങനെ നീണ്ടു പോകാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം പറയുന്നതെല്ലാം വിഡിത്തങ്ങളാണ്. ഏതെങ്കിലും ഒരു വിശേഷണം മാത്രം വെച്ചിട്ടല്ല നമ്മൾ സംസാരിക്കേണ്ടത്. എല്ലാ നജീബ് ഇതുവരെ പറഞ്ഞതൊന്നും കേട്ടിരുന്നില്ല കേട്ടോ, ഞങ്ങൾക്ക് മ്യൂട്ടായിരുന്നു. ആർക്കും കേട്ടിട്ടില്ലായിരുന്നു. അദ്ദേഹം പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇതിപ്പോ ശരിക്കും സീല് വെച്ചോ? നിങ്ങൾക്ക് ഇടയ്ക്ക് കണക്ഷന്റെ ചെറിയ പ്രശ്നം ടെക്നിക്കൽ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും. നജീബ് പറയുന്നത് കേൾക്കാം. ഓക്കെ, എനിക്ക് ചിലപ്പോ കോള് വന്നപ്പോ കട്ടായതായിരിക്കും. ഓക്കെ, ആയിരിക്കാം. നജീബ് കണ്ടിന്യൂ ചെയ്തു. ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം എന്താണെന്ന് ചോദിച്ചാൽ, അള്ളാഹു സീല് വെച്ച ഒരാൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റില്ല. അള്ളാഹു എഴുതി വെച്ച ആ കാര്യങ്ങൾക്ക് എതിരായിട്ട് ഒന്നും സംഭവിക്കില്ല.
എഴുതി വെച്ച കാര്യങ്ങൾ അള്ളാഹുവിന്റെ മുന്നറിവിന്റെ അടിസ്ഥാനത്തിലാണ്. സീല് വെക്കുന്നത് ഒരാളുടെ പ്രവർത്തനം മൂലമാണ്. നമുക്ക് കേൾക്കുന്നില്ല. എനിക്ക് കോളൊന്നും വരുന്നില്ല. കണ്ടോ, ഒരു കോളും വരുന്നില്ല. നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല. പറയുന്ന ഇപ്പോൾ എനിക്ക് കേൾക്കുന്നില്ല കേട്ടോ. ഇപ്പൊ കേൾക്കുന്നില്ല. നജീബ്, നിങ്ങൾ പറയുന്നത് ഇപ്പോൾ കേൾക്കാൻ പറ്റുന്നില്ല. ഞാന് പറഞ്ഞ് നിർത്തിയിട്ടുണ്ടായിരുന്നു, മുഴുവൻ കേട്ടോന്ന് അറിയാം. ഓക്കെ, നിർത്തിയതാണോ? ആക്ച്വലി ലാസ്റ്റ് ഒരു 10 seconds കേട്ടിട്ടില്ല. അവസ്ഥാനം ഞാൻ പറഞ്ഞു വെച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ പറയപ്പെടായിട്ട് അതിന്റെ ഉത്തരവാദി, അതുകൊണ്ട് സ്വർഗത്തിനും നരകത്തിനും പ്രസക്തി ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞു നിർത്തിയത്. ഞാൻ ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. നേരത്തെ തന്നെ അള്ളാഹു ഇതെല്ലാ കാര്യങ്ങളും തീരുമാനിച്ചു വെച്ചിരിക്കുന്നതാണെങ്കിൽ, നിങ്ങള് ഇപ്പോഴുള്ള സംസാരങ്ങള് എനിക്ക് തോന്നുന്നത് നെറ്റ്വർക്കിനും ജാമ്യതയ്ക്ക് ചില പ്രശ്നങ്ങൾ വരുന്നുണ്ട്. എനിക്കും സമയമായിട്ടുണ്ട്. കേൾക്കുന്നില്ല. കേൾക്കുന്നില്ല. ഇല്ല ഇല്ല, ഇതുവരെ ഒന്നും കേട്ടില്ല. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കാം. കേൾക്കാം. ഇപ്പൊ നജീബിനോട് ഞാൻ ചോദിച്ച ചോദ്യം ചോദിച്ചതും ഇടയ്ക്ക് മിസ്സാവുന്നുണ്ട്. ഇപ്പൊ ക്ലിയർ അല്ല? പറയൂ, ഇപ്പൊ കേൾക്കുന്നുണ്ട്. അപ്പോ ഞാൻ നജീബിനോട് ചോദിച്ച ചോദ്യം അഡ്മിന്മാര് പ്രത്യേകം ഒന്ന് അടിവരയിട്ട് ശ്രദ്ധിക്കണം. അള്ളാഹു ആണ് മനുഷ്യന് സന്മാർഗവും ദുർമാർഗവും കൊടുക്കുന്നതും അത് തോന്നിപ്പിക്കുന്നതും. അത് അള്ളാഹുവിന്റെ തീരുമാനത്തിനനുസരിച്ചിട്ടാണ് മനുഷ്യൻ പ്രവർത്തിക്കുന്നത് എന്നാണ് ഖുർആനിൽ പറയുന്നത്. അത് നജീബ് അടിവരയിട്ട് സംസാരിക്കുന്നുമുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് മനുഷ്യനെ ശിക്ഷിക്കുന്നത് എന്നതായിരുന്നു എന്റെ ഒരു ചോദ്യം. പിന്നെ മനുഷ്യൻ എന്തിനാണ് സ്വർഗവും നരകവും കൊടുക്കുന്നത് എന്നതായിരുന്നു എന്റെ രണ്ടാമത്തെ ചോദ്യം. ഈ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ യുക്തിസഹമല്ലാത്ത, നീതിബോധമില്ലാത്ത, ഒരു മനുഷ്യന്റെ ബുദ്ധിക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത് എന്ന് ഞാൻ പറയാൻ കാരണങ്ങൾ എണ്ണി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ലോകത്തിന്നുവരെ ഉണ്ടായ എല്ലാ പ്രവാചകന്മാരെയും അംഗീകരിക്കണമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. അവരിൽ യാതൊരു വിവേചനവും കേൾക്കുന്നില്ല. ഹലോ, കേൾക്കുന്നില്ല. എന്തോ നെറ്റ്വർക്കിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകും. നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. കൂടെ സൗണ്ട് പോകുന്നുണ്ട്. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഒരു 10 സെക്കൻഡ് കേട്ടില്ല, ഇപ്പൊ കേൾക്കാം. ശരി, ഞാൻ ചോദിച്ചത് ഇത്രയേ ഉള്ളൂ. അഡ്മിന്മാരെ ഒന്ന് അടിവരയിട്ട് ഇതൊന്ന് ശ്രദ്ധിക്കണം, ഇതിനൊരു എക്സ്പ്ലനേഷനും കൊടുക്കണം. അതായത് അള്ളാഹു ആണ് നേരത്തെ തന്നെ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചുറപ്പിച്ചു വിടുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ശരി, ഇനി ഇങ്ങനെ പിടിച്ചു നിന്നിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചിട്ട് ജാമിദ ഇനി സന്മാർഗത്തിലേക്ക് വരാൻ വിചാരിച്ചാലും അത് നടക്കില്ല എന്ന് പറയണമെങ്കിൽ അപ്പൊ എന്റെ കുഴപ്പമാണോ? അത് മുകളിലിരുന്ന് നിയന്ത്രിക്കുന്ന പടച്ചവന്റെ കുഴപ്പമാണെന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് നീതിബോധമില്ലാത്ത പടച്ചവനെയാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത് എന്ന് ഞാൻ പറയാൻ കാരണം, എനിക്ക് ആരോടും ഒരു വാശിയുമില്ല, ഒരു ദേഷ്യവുമില്ല, മുസ്ലിങ്ങളോട് പ്രത്യേകിച്ച് ഒരു വൈരാഗ്യവുമില്ല നജീബെ. സത്യം മനസ്സിലാക്കാൻ എപ്പോഴും തുറന്ന മനസ്സോടുകൂടി തന്നെയാണ് ഞാൻ ഏതൊരു ചർച്ചയ്ക്കും ഏതൊരു ഡിബേറ്റിനും വരാറുള്ളത്. ഞാൻ മനസ്സിലാക്കുന്ന കാര്യം എന്താണ് എന്ന് സത്യസന്ധമായി ഒരു കാപട്യവും പ്രീണനവും ഇല്ലാതെ ഞാൻ എവിടെയും എക്സ്പോസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ, തിരുത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആ വാതായനങ്ങൾ തുറന്നു കിടക്കുകയാണ്. ദയവായിട്ട് കയറി വന്ന് എന്നെ തിരുത്തിക്കോ, ഞാൻ തയ്യാറാണ് തിരുത്താൻ. ഓക്കെ. അവസാനം ജാമ്യത പറഞ്ഞ കാര്യം ആത്മാർത്ഥമാണെങ്കിൽ വളരെയധികം സ്വാഗതാർഹമാണ്. അങ്ങനെയാണ് നമ്മൾ മൈൻഡ് സെറ്റ് ചെയ്യേണ്ടത്. നമ്മൾ തെറ്റുകൾ വരാൻ സാധ്യതയുണ്ട്, തെറ്റുകൾ ഉണ്ടെങ്കിൽ ഞാൻ തിരുത്താൻ തയ്യാറാണ് എന്നുള്ള ഒരു സംഭവം. അതിലേക്ക് ഞാൻ ഒരു ചിന്തയും കൂടി ഞാൻ ഇട്ടുതരാണ്. ഈ വിശ്വാസികൾ പറയുന്നത് പോലെ, അതിപ്പോ നജീബ് ആണെങ്കിലും എക്യൂപ്പ് ആണെങ്കിലും ഇവരൊക്കെ പറയുന്നത് പോലെ ജീവിതം മരണം കൊണ്ട് അവസാനിക്കുന്നില്ല, നമ്മളുടെ കർമ്മങ്ങൾക്ക് കൃത്യമായിട്ട് നമ്മൾ മറുപടി നൽകേണ്ടതുണ്ട് എന്ന് ഇവര് പറയുന്ന കാര്യം, അതിൽ വല്ല സാധ്യതയും ഉണ്ടെങ്കിൽ എന്റെ കാര്യം ഇപ്പോഴത്തെ അവസ്ഥയിൽ കുറച്ച് പരിതാപകരമാണല്ലോ, അതുകൊണ്ട് ഞാൻ ആ കാര്യം ഒന്ന് പഠിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു മൈൻഡ് കൂടെ സെറ്റ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു വെച്ച കാര്യം നമ്മളുടെ സംസാരത്തിൽ പലപ്പോഴായിട്ട് നമ്മൾ പറഞ്ഞതാണ്. നിങ്ങൾക്ക് പലപ്പോഴും നെറ്റ്വർക്ക് പോയത് കൊണ്ട് അത് മിസ്സായിട്ടുണ്ടാവാൻ സാധ്യത ഉണ്ട്.
റീപ്ലേ കേൾക്കുന്നത് നല്ലതാണെങ്കിൽ നല്ലതായിരിക്കും. എന്നായിരുന്നാലും ജസ്റ്റ് ഞാൻ ആ വിഷയം ഒന്നുകൂടി ആവർത്തിച്ചിട്ട് നമുക്ക് സംസാരവും ഞാൻ പിന്നെ എന്റെ സമയം കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് ഞാൻ പോകും. ഞാൻ പറയുന്ന കാര്യം എന്താ വെച്ചാൽ, നമ്മൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ഈ വിധി, ആ വിധി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ, അതനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ആ തീരുമാനങ്ങൾ അള്ളാഹുവിന്റെ അറിവിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. നമ്മളുടെ ഓരോ വിധികളും അതിൽ നമ്മൾ ഉത്തരവാദികളാവുന്ന കാര്യമുണ്ട്, നമ്മൾ ഉത്തരവാദികളാവാത്ത കാര്യമുണ്ട്. എനിക്ക് വന്നിട്ടുള്ള വിധികളിൽ പെട്ടതാണ് ഞാൻ ഏത് കാലഘട്ടത്തിൽ ജനിക്കണം, ആണായിട്ട് ജനിക്കണോ, ഞാൻ പെണ്ണായിട്ട് ജനിക്കണോ, ഞാൻ ഏത് രാജ്യത്ത് ജനിക്കണം, എന്റെ നിറം എന്തായിരിക്കണം, എന്റെ ഭാഷ ഏത് ഭാഷയിലായിരിക്കണം ഞാൻ ജനിക്കേണ്ടത്, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങളിൽ എനിക്ക് യാതൊരു പങ്കുമില്ല. ഈ ഒരു കാര്യത്തിലും ഞാൻ ചോദ്യം ചെയ്യപ്പെടൂല. നീ എന്തുകൊണ്ട് അങ്ങനെ ആയി എന്ന് എന്നോട് ഒരിക്കലും ചോദിക്കൂല. എന്നാൽ എനിക്ക് ഉത്തരവാദിത്തമുള്ള എന്റെ പ്രവർത്തികളുണ്ട്. ആ പ്രവർത്തികളിൽ കൃത്യമായിട്ട് നന്മയും തിന്മയും എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ പറഞ്ഞു തന്നിട്ടും ഞാൻ ചെയ്യുന്ന ഓരോ പ്രവർത്തികളിലും എനിക്ക് എന്റെ ഉത്തരവാദിത്തമുണ്ട്. അത് നമ്മൾ പ്രാക്ടിക്കലി നമ്മൾ മനസ്സിലാക്കുന്നതാണ്. ഇപ്പോ മദ്യം തെറ്റാണ് എന്ന് നമുക്ക് മാർഗദർശനം കിട്ടുന്നു, അത് കുടിക്കാനും കുടിക്കാതിരിക്കാനുമുള്ള ഫ്രീ വില്ല് നമുക്ക് ലഭിക്കുന്നു. എന്നിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മളാണ് അതിന്റെ ഉത്തരവാദി. അത് നമ്മൾ പ്രാക്ടിക്കലി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ചില തെറ്റിദ്ധാരണകളാണ് നിങ്ങൾക്കുള്ളത്. അവിടെ അള്ളാഹു മുൻകൂട്ടി ഇതെല്ലാം നിശ്ചയിച്ചിട്ടുണ്ട് എന്നിരിക്കെ പിന്നെ എങ്ങനെയാണ് എനിക്ക് മറ്റൊരു കാര്യം ചെയ്യാൻ പറ്റുക? അവിടെയാണ് ഞാൻ നിങ്ങളെ തിരുത്താൻ ശ്രമിച്ചിട്ടുള്ളത്. അതിന്റെ കാര്യം അങ്ങനെയല്ല. നമ്മളുടെ പ്രവർത്തികൾ നമ്മളുടെ ഫ്രീ വില്ലോട് കൂടിയിട്ട് തന്നെയാണ് സംഭവിക്കുന്നത്. ഇതിനെപ്പറ്റി മുൻകൂട്ടി അറിവുള്ളവനാണ് അള്ളാഹു. അള്ളാഹു അത് എഴുതി വെക്കാൻ കഴിവുള്ളവനാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ അവൻ ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അവന്റെ അറിവിന്റെ അടിസ്ഥാനത്തിൽ എഴുതി വെച്ചതായത് കൊണ്ട് തന്നെ അത് അങ്ങനെ തന്നെ മാത്രമേ സംഭവിക്കുകയുള്ളൂ. ഇനി അള്ളാഹു ഉദ്ദേശിച്ച ആളുകൾക്ക് മാത്രമേ സന്മാർഗം ലഭിക്കുകയുള്ളൂ. ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരു വാതിലുണ്ട്. ആ വാതിലിൽ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ അനുവാദമുള്ളത് അവിടെ നിൽക്കുന്ന കാവൽക്കാരന് മാത്രമാണ് അനുവാദം നൽകാനുള്ള അവകാശമുള്ളത്. അയാൾ അനുവാദം നൽകുന്നത് ആ വാതിലിലൂടെ പ്രവേശിക്കാനുള്ള ടിക്കറ്റ് എടുത്തിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ്. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾ നോക്കുക. ഞാൻ പറയാണ്, ആ കാവൽക്കാരൻ വിചാരിക്കാതെ ഒരാൾക്കും അകത്ത് പ്രവേശിക്കാൻ സാധിക്കുകയില്ല. ആ കാവൽക്കാരൻ ആർക്കൊക്കെ അകത്ത് പ്രവേശിക്കാൻ വിചാരിക്കുന്നോ അവർക്കെല്ലാം അകത്ത് പ്രവേശിക്കാൻ സാധിക്കും. ഇത് പൂർണ്ണമായിട്ടും ശരിയാണ്. കാരണം അത് ആ കാവൽക്കാരനുള്ള പവറാണ്, അവർക്കുള്ള അധികാരമാണ്. എന്നാൽ ആ കാവൽക്കാരന്റെ സവിശേഷത എന്താണ്? ആ കാവൽക്കാരന്റെ സവിശേഷത അവൻ പൂർണ്ണമായും നീതിമാനാണ്. ആരെല്ലാം പണം മുടക്കി ടിക്കറ്റ് വാങ്ങിയിട്ടുണ്ടോ അവരെ ഒരിക്കലും അവൻ എന്ത് ചെയ്യൂല, അകത്ത് വിടാതിരിക്കുകയില്ല. ആരെല്ലാം അതിക്രമത്തിലൂടെ ടിക്കറ്റ് കരസ്ഥമാക്കിയിട്ടുണ്ടോ അവരെ ഒന്നും അവൻ എന്ത് ചെയ്യില്ല, അകത്ത് വിടുകയില്ല. അത് അവന്റെ അധികാരമാണ്, അത് അവന്റെ നീതിയാണ്. ഈ സംഭവങ്ങളൊക്കെ ശരിയാണ്. അവൻ അകത്ത് വിചാരിക്കുന്നവരെ മാത്രമേ വിടൂ എന്ന് പറഞ്ഞിട്ട് പറയണം. പിന്നെ ഞാൻ ടിക്കറ്റ് എടുത്തിട്ട് എന്താ കാര്യം? അദ്ദേഹം ആൾറെഡി തീരുമാനിച്ചിട്ടുണ്ട്, മൂപ്പര് വിചാരിച്ച പോലെ വിടുള്ളൂ എന്ന് പറയുന്നതിൽ അർത്ഥമില്ലാത്ത രീതിയിൽ അള്ളാഹുവിന്റെ ഓരോ കാര്യങ്ങൾക്കും അതിന്റെ യുക്തിയുണ്ട്, അതിൽ നീതിയുണ്ട്. അവൻ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ശരിയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതം മരണം കൊണ്ട് അവസാനിക്കുന്നില്ല എന്ന് മാത്രമേ പറയൂ. താങ്കൾ ഈ പറഞ്ഞതൊന്നും വസ്തുതയ്ക്ക് നിരക്കുന്നതല്ല. എൻ്റെ ചോദ്യത്തിനുള്ള മറുപടിയും ആയിട്ടില്ല. മനുഷ്യന്റെ ജീവിതം മരണം കൊണ്ട് അവസാനിക്കില്ല എന്നതിന് എന്തെങ്കിലും തെളിവുകൾ നിങ്ങൾ നിരത്തിയോ? ഇല്ല. പിന്നെ വിധി തീരുമാനിക്കുന്നത് അല്ലാഹു ആണ്. അത് ഏതൊക്കെ വിധിയാണ് അല്ലാഹുവിന്റെ തീരുമാനം, ഏതൊക്കെ വിധിയാണ് മനുഷ്യന്റെ തീരുമാനം എന്ന് നിങ്ങൾ ഈ കാറ്റഗറൈസ്ഡ് ആയിട്ട് എങ്ങനെ പറയും? നിങ്ങളോട് ആരാണ് ഇതൊക്കെ പറഞ്ഞു തന്നത്? എന്ത് മാനദണ്ഡത്തിലും എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലുമാണ് ഇത് പറയുന്നത്? എൻ്റെ നിറം, അതുപോലെ എൻ്റെ ലിംഗം എങ്ങനെയായിരിക്കണം, ഞാൻ സ്ത്രീലിംഗമോ പുല്ലിംഗമോ, എൻ്റെ നിറം, ഞാൻ എപ്പോൾ ജനിക്കണം, ഇതൊക്കെയാണ് ഒരു മനുഷ്യന്റെ വിധിയിൽ നിന്നും വിഭിന്നമായിട്ടുള്ളതെന്നും സന്മാർഗത്തിൽ നിന്നും തിരിഞ്ഞു പോകുന്നത് മനുഷ്യന്റെ ചിന്തകളാണെന്നും നിങ്ങൾ എങ്ങനെ പറയും? ഞാൻ ഒരു കാര്യം മാത്രം ചോദിക്കട്ടെ. നിങ്ങൾ ഖുർആൻ നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായിരുന്നാലും 41 അധ്യായത്തിന്റെ 20-ാമത്തെ വചനമാണ് എന്നാണ് എൻ്റെ വിശ്വാസം. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് അറിയില്ല, നോക്കണം.
അതായത് ഖുർആൻ പറയുന്നത് ഇങ്ങനെയാണ്, നരകത്തിലേക്ക് ഒരു മനുഷ്യൻ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവരുടെ കണ്ണുകളും അവരുടെ തൊലികളും അവർക്കെതിരായി പ്രവർത്തിച്ചിരുന്നതിനെ പറ്റി സാക്ഷ്യം വഹിക്കുന്നതാണെന്ന്. അപ്പോൾ ഒരു മനുഷ്യന്റെ കണ്ണും കാതും തൊലിയും എങ്ങനെ പ്രവർത്തിക്കണം എന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചുറപ്പിച്ചിരിക്കുന്ന അള്ളാഹുവിന്റെ വിധി അനുസരിച്ചിട്ടല്ലേ അലം നജഅൽ ലഹു ഐനൈനി വലിസാനൻ വശഫതൈൻ, നിങ്ങൾക്ക് നാം 2 കണ്ണുകളും 1 നാവും 2 ചുണ്ടും ഏർപ്പെടുത്തി തന്നില്ലേ? എന്നിട്ട് ആ ചിന്തകളെ പോലും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന പടച്ച റബ്ബിന്റെ അടിസ്ഥാനത്തില്, അദ്ദേഹത്തിന്റെ വിധി വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ കാണുന്നു, ഞാൻ കേൾക്കുന്നു, ഞാൻ പ്രവർത്തിക്കുന്നു, ഞാൻ ചിന്തിക്കുന്നു, അതിനനുസരിച്ചിട്ടാണ് ഞാൻ എല്ലാം ചെയ്തത് അള്ളാഹുവിന്റെ വിധിക്ക് അനുകൂലമായിട്ടാണ്. പിന്നെ ഞാൻ ചത്തു കഴിഞ്ഞാൽ അള്ളാഹു പറയുന്നു എന്റെ കണ്ണും കാതുമൊക്കെ ഞാൻ പ്രവർത്തിച്ചതിനെ പറ്റി അള്ളാഹു എന്നോട് ചോദിച്ചിട്ട് എന്നെ ശിക്ഷിക്കുമെന്ന്. അപ്പൊ നരകത്തിലെത്തുന്ന ആളുകളുടെ കണ്ണും കാതും തൊലിയും ഒക്കെ അയാൾക്കെതിരെ സാക്ഷി പറയുമെന്നാണ് ഖുർആൻ പറയുന്നത്. ആ അടുത്ത വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, അവരുടെ തൊലികളോട് അവര് തന്നെ പറയും, നിങ്ങൾ എന്തിനാണ് ഞങ്ങൾക്കെതിരായിട്ട് സാക്ഷ്യം വഹിച്ചത് എന്ന് ചോദിക്കുമത്രേ. ചത്ത് കഴിഞ്ഞിട്ട് ചോദിക്കുന്ന സംഭാഷണങ്ങളെ കുറിച്ചിട്ടാണ്. ആരെങ്കിലും മരിച്ചു കഴിഞ്ഞിട്ട് വന്ന് അവരനുഭവിച്ച ശിക്ഷാരക്ഷകളെ കുറിച്ചിട്ട് നമ്മളോട് ആരോടെങ്കിലും പറഞ്ഞു തന്നോ? അവിടെ ഇങ്ങനെയാണ്, അവിടെ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. ഈ പുസ്തകം ഇതിന് തന്നെ തെളിവില്ല. ഒന്നാമത്തെ കാര്യം, അത് വേറെ വലിയ ഒരു വിഷയമായതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് പിന്നീട് ഒരിക്കൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാവുന്നതാണ്. കാരണം ഈ ഖുർആൻ പ്രവാചകൻ കണ്ടിട്ട് പോലുമില്ല. ഇത് അള്ളാഹുവിൽ നിന്നുള്ളതാണെങ്കിൽ ഇത്രമാത്രം വൈരുദ്ധ്യങ്ങളുടെ ആവശ്യവുമില്ല, അവിടെ നിൽക്കട്ടെ. അപ്പോ ഈ തൊലികൾ അള്ളാഹുവിനോട് പറയുമത്രേ, എല്ലാ വസ്തുക്കളെയും സംസാരിപ്പിച്ച അള്ളാഹു ഞങ്ങളെ സംസാരിപ്പിച്ചതാണ്. ആദ്യ തവണ നിങ്ങളെ സൃഷ്ടിച്ചത് അവനാണല്ലോ, അവനിലേക്ക് തന്നെ നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യുമല്ലോ എന്ന്. 1001 രാവുകളെ വെല്ലുന്ന കള്ളക്കഥകളാണ് ഇത് എന്നാണ് ഈ ഗ്രന്ഥം ഒരാവർത്തി ഒന്ന് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. ഒരു വചനവും കൂടി ഞാൻ നിങ്ങളോട് പറയാണ്. എന്താണ് കസ്വദ? താങ്കൾ അറബി പഠിച്ച ആളാണെന്നാണ് താങ്കളുടെ പ്രൊനൗൺസിയേഷനിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അള്ളാഹുവിന്റെ ബാധ്യതയാണ് സന്മാർഗം നൽകുക എന്നത്. എന്നിട്ട് അതിലുണ്ട് ജാഇറുൻ, പിഴച്ച മാർഗങ്ങൾ. ആ പിഴച്ച മാർഗങ്ങൾ എന്തിനാണ് അള്ളാഹു സൃഷ്ടിച്ചത് എന്നതൊരു ചോദ്യമാണ്. വലൗഷാ, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ലഹദാകും അജ്മഈൻ, മുഴുവൻ ആളുകളെയും അള്ളാഹു സന്മാർഗത്തിലാക്കുമായിരുന്നു. അപ്പൊ അള്ളാഹുവിന്റെ സൃഷ്ടികളെ സന്മാർഗത്തിലാക്കേണ്ടുന്ന ബാധ്യതയിൽ നിന്നും അള്ളാഹു പിന്തിരിഞ്ഞു പോയി. എന്നിട്ട് അള്ളാഹു കുറച്ചു പേർക്ക് സന്മാർഗവും കുറച്ചു പേർക്ക് പിഴച്ച മാർഗവും കാണിച്ചു കൊടുത്തു. എന്നിട്ട് അള്ളാഹു തന്നെ പറയുവാണ്, ഞാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ എല്ലാവരെയും ഞാൻ സന്മാർഗത്തിലാക്കുമായിരുന്നു എന്ന്. ഞാൻ ഖുർആനിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. ഞാൻ ഇത്രയും സമയം ഏതാണ്ട് 1 മണിക്കൂറോളമായി നമ്മൾ സംസാരിക്കുന്നു. ഇതിനിടയ്ക്ക് ഞാൻ പറഞ്ഞതെല്ലാം ഖുർആൻ വചനങ്ങളാണ്. ഞാൻ ഇൻഡെക്സ് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടുള്ളത്. ഇതുപോലെയാണ് ഒരു സംസാരം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതല്ലാതെ ആ കാര്യങ്ങൾ അള്ളാഹു തീരുമാനിക്കുന്നു, ഈ കാര്യങ്ങൾ മനുഷ്യൻ തീരുമാനിക്കുന്നു, മറ്റേ കാര്യങ്ങൾ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ട് പോകുന്നു എന്ന് കാറ്റഗറി തിരിച്ചു പറയാൻ നിങ്ങൾക്ക് റൈറ്റ്സ് ഇല്ല. അത് പറയണമെങ്കിൽ നിങ്ങൾ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റൂ. കാരണം പ്രവാചകൻ പോലും ലാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹീൻ യൂഹാ, പ്രവാചകൻ പോലും അള്ളാഹു പറഞ്ഞു കൊടുത്തതിനനുസരിച്ചിട്ടല്ലാതെ സംസാരിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ പറഞ്ഞത് വലിയ ഒരു അപരാധമാണ്, വലിയ ഒരു തെറ്റാണ് നിങ്ങൾ പറഞ്ഞത് ഖുർആനിനെ സംബന്ധിച്ച്. അതായത് അള്ളാഹു വിധിക്കുന്നത് അത്, മനുഷ്യൻ വിധിക്കുന്നത് ഇത്. പക്ഷേ ഖുർആൻ പറഞ്ഞത് അങ്ങനെയല്ല. ഒരു മനുഷ്യനെ സന്മാർഗത്തിലാക്കാൻ അള്ളാഹു വിചാരിച്ചിരുന്നെങ്കിൽ ആക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ അള്ളാഹു അത് വിചാരിച്ചിട്ടില്ല എന്നാണ് അള്ളാഹു കാറ്റഗറി ആയിട്ട് ഖുർആനിൽ പറയുന്നത്. ഇനി ഇതുപോലത്തെ അനേകം തെളിവുകൾ ഞാൻ എടുത്തിട്ട് തരാം. പിന്നെ ജാമിദ പറഞ്ഞ കാര്യങ്ങള് പ്രമാണത്തിൽ ഇല്ലാത്തതാണ് എന്നുള്ള കാര്യം ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോ ഖുർആനിലൊരു വചനം എടുത്ത് പറഞ്ഞ കാര്യം തന്നെ, നമ്മളുടെ കാതും നമ്മളുടെ തൊലിയും അതേപോലെ തന്നെ കണ്ണുകളൊക്കെ പരലോകത്ത് വെച്ചിട്ട് നമ്മൾക്കെതിരായിട്ട് സാക്ഷി പറയും എന്നുള്ള കാര്യമാണ്. അപ്പൊ ഇവരൊക്കെ ആദ്യമേ തീരുമാനിച്ചിട്ടുണ്ട്, പിന്നെ നമ്മളെ എങ്ങനെയാണ് തെറ്റുകാരാവുന്നത് എന്നുള്ളത്. ആ ചോദ്യത്തിൽ തന്നെ എനിക്ക് ലോജിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാരണം ഇവര് തീരുമാനിച്ചു എന്നല്ല അവര് പറയുന്നത്. നമ്മള് ഇപ്പോൾ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. മറ്റേത് പരലോകത്തുള്ള കാര്യമാണ്. ഇപ്പൊ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ കണ്ണുകൊണ്ട് നമ്മൾ കാണുന്നത്, കാലുകൊണ്ട് നമ്മൾ നടക്കുന്നത്, നമ്മളുടെ കൈകൾ കൊണ്ട് പ്രവർത്തിക്കുന്നത്, തൊലി കൊണ്ട് നമ്മൾ അനുഭവിക്കുന്നത്, ഇതൊക്കെ
നമ്മളുടെ ഇച്ഛ കൊണ്ടാണ് ഈ അവയവങ്ങളൊക്കെ നമ്മൾ പ്രവർത്തിപ്പിക്കുന്നത്. നമ്മൾ ഇതിലൂടെയൊക്കെ നമ്മൾ അനുഭവിക്കുന്ന നന്മകളും തിന്മകളും ഇതിനൊക്കെ ആര് സാക്ഷികളാണ്? നമ്മളുടെ അവയവങ്ങൾ സാക്ഷികളാണ്. പക്ഷെ അവയൊന്നും സംസാരിക്കുന്നില്ല. നമ്മൾ എന്താണോ വിചാരിക്കുന്നത് അതേപോലെ നമ്മൾ അവയെ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ പരലോകത്ത് വരാൻ പോകുന്ന കാര്യം, നമ്മൾ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് നമ്മളോട് ജസ്റ്റ് പറഞ്ഞിട്ട് നമ്മളെ നരകത്തിലേക്കോ സ്വർഗത്തിലേക്കോ ആക്കുകയല്ല ചെയ്യുന്നത്. കൃത്യമായിട്ട് അതിലെ രേഖകൾ കാണിച്ചു തരുന്നു. ഒന്ന്, ഈ നന്മകളും തിന്മകളും എഴുതി വെച്ച രേഖകൾ ഒന്നുപോലും നമുക്ക് നിഷേധിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ മറന്നുപോയ കാര്യങ്ങളെല്ലാം ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് കാണിച്ചു തരുന്നു. രണ്ടാമതായിട്ട് നമ്മുടെ അവയവങ്ങൾ തന്നെ നമുക്ക് സാക്ഷി പറയുന്നു. ഞാൻ കണ്ട തെറ്റായ കാഴ്ചകൾ, ഞാൻ ചെയ്ത തെറ്റായ പ്രവൃത്തികൾ, ഇതിനൊക്കെ എന്റെ അവയവങ്ങൾ തന്നെ സാക്ഷി പറയുന്നു. ഇതവിടെ അള്ളാഹുവിന്റെ നീതിയുടെ ഒരു കാര്യമാണ് അവിടെ നടക്കുന്നത്. അള്ളാഹു വെറുതെ അല്ലെങ്കിൽ നമ്മളെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മളെ ബോധ്യപ്പെടുത്താതെ അല്ല സ്വർഗത്തിലേക്കും നരകത്തിലേക്കും നിശ്ചയിക്കുന്നത്. കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തിയതിനു ശേഷം പിന്നെ ഒരിക്കലും നജീബിനോ അല്ലെങ്കിൽ എക്സിബിനോ ജാമിദക്കോ പറയാൻ പറ്റില്ല ഇത് ഞാൻ ചെയ്തിട്ടില്ല. കൃത്യമായിട്ട് എന്തുകൊണ്ട് ഞാൻ സ്വർഗത്തിൽ, എന്തുകൊണ്ട് ഞാൻ നരകത്തിൽ എന്ന് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തിയിട്ട് തന്നെയായിരിക്കും അള്ളാഹു നമ്മളെ പറഞ്ഞയക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ പറഞ്ഞൊരു കാര്യം, ഇതൊക്കെ ആരാണ് ഈ മരിച്ചതിന് ശേഷം പിന്നെ ജീവിക്കും എന്ന് എന്ത് തെളിവിന്റെ അടിസ്ഥാനം? അതാ പറഞ്ഞത്, ഇതൊരിക്കലും നമുക്ക് ശാസ്ത്രീയമായിട്ട് കണ്ടെത്താൻ പറ്റുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് ഇതിന്റെ അപ്പുറത്ത് നിന്നുള്ള അറിവുകൾ നമ്മൾക്ക് വേണ്ടതുണ്ട്. ആ അറിവുകൾ നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിന്റെ ഉത്തരവാദിത്തമാണ് ആ അറിവുകൾ നമുക്ക് നൽകുക എന്നുള്ളത്. അതാണ് നമുക്ക് നൽകിയിട്ടുള്ള ഈ വേദഗ്രന്ഥങ്ങളും പ്രവാചകന്മാരും മാർഗദർശനങ്ങളും ഒക്കെ. അവിടെയാണ് നമ്മളുടെ വിഷയങ്ങൾ പിന്നെ പഠനത്തിന്റെ വിധേയമാക്കിയിട്ട് ഇത് അങ്ങനെയാണോ, നിങ്ങൾ കൃത്യമായിട്ട് ഖുർആനെ കുറിച്ച് പഠിച്ചോളൂ. നിങ്ങൾ പറയുന്നുണ്ടല്ലോ വൈരുദ്ധ്യങ്ങളുടെ കലവറകൾ ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ടല്ലോ. ഞാൻ പറയുന്നു വൈരുദ്ധ്യങ്ങൾ വേണ്ട, വൈരുദ്ധ്യം മതി. ഒരു വൈരുദ്ധ്യം തെളിയിക്കപ്പെട്ടാൽ തന്നെ എന്തായി? അത് അള്ളാഹുവിന്റെ വചനമല്ല എന്ന് അവിടെ സ്ഥിരീകരിക്കപ്പെട്ടു. പക്ഷെ ഖുർആൻ തന്നെ വെല്ലുവിളിക്കുന്നത് ഇത് അള്ളാഹുവിങ്കിൽ നിന്നുള്ളതല്ലായിരുന്നുവെങ്കിൽ അവർ അതിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ കാണുമായിരുന്നു. ഇന്ന് താങ്കൾ ഒരു ഡിബേറ്റിന് വന്നാൽ ഖുർആനിൽ നിന്നും അനവധി നിരവധി വൈരുദ്ധ്യങ്ങൾ ഞാൻ തെളിയിച്ചു തരാം. നിരവധി വൈരുദ്ധ്യങ്ങൾ ഞാൻ തെളിയിച്ചു തരാം ഖുർആനിൽ നിന്ന്. ഓക്കെ, നമ്മള് അതിലേക്ക് പോകുന്നതിന് മുൻപ് എന്താണ് ഇതിന്റെ വാദം എന്നുള്ളത് കേൾക്കണ്ടേ? അല്ല, താങ്കൾ പറഞ്ഞു കഴിഞ്ഞല്ലോ, എന്നാണ് ഖുർആൻ പറഞ്ഞത്. ആ വൈരുദ്ധ്യങ്ങൾ, ഇഖ്തിലാഫുകൾ എത്ര വേണം ഞാൻ തെളിയിച്ചു തരാം താങ്കൾക്ക്. അത് തെളിഞ്ഞു കിട്ടിക്കഴിഞ്ഞാൽ ഖുർആൻ ദൈവികമല്ലാതെ താങ്കൾ വിശ്വസിക്കുമോ? നിങ്ങൾക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലായില്ല. നിങ്ങൾ അടിയിൽ ആവേശത്തിൽ മൈക്കെടുത്ത് ചാടി കയറിയതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പറയുന്നത് ഇവിടെ ഈ പറയപ്പെട്ട പഠനങ്ങളിലേക്ക് നിങ്ങൾ പോയി. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കി എന്താണ്? വൈരുദ്ധ്യങ്ങൾ, ഒരുപാട് വൈരുദ്ധ്യങ്ങൾ ഉണ്ട്. ഞാൻ പറഞ്ഞത് ഒരുപാട് വൈരുദ്ധ്യങ്ങൾ വേണ്ട. ഒരു വൈരുദ്ധ്യം കണ്ടെത്തിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്താൽ മതി? നമുക്ക് ആ സംഗതി മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾക്ക് ഒരു വൈരുദ്ധ്യം എന്നല്ല, പല വൈരുദ്ധ്യങ്ങൾ എന്നല്ല, ഒരു വൈരുദ്ധ്യം പോലും കണ്ടെത്താൻ പറ്റില്ല. അങ്ങനെ പറ്റില്ല എന്ന് ഞാൻ പറയുമ്പോ അതിന്റെ ആ പഠനത്തിലേക്കും ചർച്ചയിലേക്കും പോകുന്നതിന് മുൻപ് എന്താണ് വാദം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇങ്ങനെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും. 1400 വർഷങ്ങൾക്ക് മുമ്പ് അതും വ്യത്യസ്ത വിഷയങ്ങളിലുള്ള പരാമർശങ്ങൾ ഉണ്ടാവുന്ന, ശാസ്ത്രീയ പരാമർശങ്ങൾ ഉണ്ടാവുന്ന, ശാസ്ത്രത്തിന്റെ തന്നെ വ്യത്യസ്ത മേഖലകളിലുള്ള, വ്യത്യസ്ത ശാഖകളിലുള്ള പരാമർശങ്ങൾ ഉണ്ടായിരിക്കെ 1400 വർഷങ്ങൾക്ക് മുമ്പുള്ള വചനങ്ങളിൽ ഇന്ന് നമ്മളുടെ ആധുനിക ശാസ്ത്രവുമായിട്ട് യോജിച്ചു പോകുന്നുണ്ടെങ്കിൽ അത് മനുഷ്യന് സാധ്യമായതല്ല എന്നുള്ള ഒരു ലോജിക്ക് ഒരു മനുഷ്യന്, സാമാന്യ ബുദ്ധിയുള്ള ഒരു മനുഷ്യനോട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഞാൻ പറയുന്നത് എങ്ങനെയാണ് ഇത് ദൈവിക ഗ്രന്ഥമാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്നുള്ളൊരു രീതിയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അത് ജീവിതത്തിൽ ഏത് മേഖലയിലുള്ള ആളുകളാണെങ്കിലും, അത് ഭയങ്കര വിദ്യാഭ്യാസമുള്ള ആളുകൾക്ക് മാത്രമല്ല, ഒരു സാധാ കർഷകനെ ചിന്തിപ്പിക്കുന്ന കാര്യങ്ങളും അതിലുണ്ട്. സാമൂഹിക ജീവിതത്തിലുള്ള ചിന്തകളുള്ള ആളുകൾക്കും എല്ലാ രീതിയിലുള്ള ആളുകൾക്കും അതിൻ്റെതായിട്ടുള്ള മാർഗങ്ങൾ വെച്ചുകൊണ്ടാണ് ഇത് ദൈവിക മാർഗദർശനമാണ് എന്നൊരാൾക്ക് ബോധ്യപ്പെടുന്നത്. അപ്പോൾ ആ ബോധ്യപ്പെടുത്തുന്നതിൽ, ആ മാർഗദർശനത്തിൽ പെട്ടതാണ് നിങ്ങളുടെ ജീവിതം മരണം കൊണ്ട് അവസാനിക്കുന്നില്ല. നിങ്ങൾക്ക് കൃത്യമായിട്ട് മരണമില്ലാത്ത പരലോക ജീവിതമുണ്ട്. അവിടെ സ്വർഗമുണ്ട്, നരകമുണ്ട്. അത് നമുക്ക് ശാസ്ത്രീയമായിട്ട് കിട്ടുന്നതല്ല, നമ്മൾ ആ രീതിയിൽ തെളിയിക്കപ്പെടുന്നതല്ല, ദൈവികമായിട്ടുള്ള വെളിപാടിലൂടെ കിട്ടുന്നതാണ്. എന്റെ പൊന്നഡ്മിന്മാരെ, എന്തുവാണ് ഇദ്ദേഹം പറയുന്നത്? ഇദ്ദേഹം പറയുന്നത് ദയവായിട്ട് എൻ്റെ അവസാനമായിട്ടുള്ള ഒരു നിലപാടാണിത്, എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്.
ഖുർആൻ പറഞ്ഞത് ഒരു മനുഷ്യനെ അള്ളാഹു വിചാരിച്ചിരുന്നെങ്കിൽ സന്മാർഗത്തിലാക്കാമായിരുന്നു. അള്ളാഹു അത് വിചാരിച്ചിട്ടില്ല. അള്ളാഹു തന്നെ പറയുന്നുണ്ട്, ലഹദാകും അജ്മഈൻ, മുഴുവൻ ആളുകളെയും അള്ളാഹു സന്മാർഗത്തിലാക്കുമായിരുന്നു. അള്ളാഹുവിന്റെ ബാധ്യതയാണ് സന്മാർഗം കൊടുക്കുക എന്നത്. അള്ളാഹു കൊടുത്തിട്ടില്ല. ഇപ്പോൾ നജീബ് പറയുന്നത് ഒരു മനുഷ്യൻ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു അവനെ ബോധ്യപ്പെടുത്തിയിട്ട് അവന് നരകവും സ്വർഗവും കൊടുക്കുമെന്നാണ്. അതിലേക്ക് എത്തിച്ചത് അള്ളാഹു ആണ് എന്നാണ് ഞാൻ ഈ പറയുന്നത്. ഒരാളെ കള്ളനാക്കുന്നതും കൊലയാളിയാക്കുന്നതും ബലാത്സംഖ്യയാക്കുന്നതും കൊള്ളക്കാരനാക്കുന്നതും അള്ളാഹുവാണ്. എന്നിട്ട് അവർക്ക് നരകം കൊടുക്കുന്നതിൽ എന്ത് ലോജിക്കാണുള്ളത്? ഇപ്പൊ നജീബും ഞാനും എന്റെ ഉമ്മച്ചിയുടെ 2 മക്കളാണെങ്കിൽ നജീബിന് എന്റെ ഉമ്മച്ചി നല്ല ചിക്കൻ ബിരിയാണി വാങ്ങി തന്നു. നജീബ് വയറു നിറച്ച് കഴിച്ച് ഏമ്പക്കം വിട്ട് കിടന്നുറങ്ങുക. ഞാനാണെങ്കിൽ ഇരുന്ന് കരയുക, വിശന്നിട്ട് എനിക്ക് കിട്ടിയില്ല. എന്നിട്ട് ഉമ്മച്ചി വന്നിട്ട് നീ എന്താ തിന്നാത്തത് എന്ന് ചോദിച്ചിട്ട് ഒരു വടി എടുത്തിട്ട് എന്നെ അടിച്ചാൽ എങ്ങനെ ഇരിക്കും? അപ്പോൾ സന്മാർഗം അള്ളാഹു തരേണ്ടതാണ്. അള്ളാഹു ആ സന്മാർഗം തരാതിരുന്നിട്ട് പിന്നീട് അള്ളാഹു നമ്മളെ പിടിച്ച് നീ എന്തുകൊണ്ട് തിന്നില്ല, അവൻ ചിക്കൻ ബിരിയാണി ചിക്കന്റെ കാലൊക്കെ കടിച്ചു വലിച്ച് ചവച്ച് തിന്നപ്പോ നീ എന്തുകൊണ്ട് അത് തിന്നില്ല എന്ന് ചോദിച്ചിട്ട് എന്റെ ഉമ്മച്ചി എന്നെ വടിയെടുത്ത് അടിച്ചാൽ നജീബ് എന്നെ നോക്കി ചിരിക്കും. കാരണം നിനക്ക് അങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ട് നജീബിന്റെ കയ്യിൽ ബിരിയാണി കൊണ്ട് കൊടുത്തു ഉമ്മച്ചി. അതുകൊണ്ടാണ് നജീബ് കഴിച്ചത്. അപ്പോ ഒരു മാതാവിന്റെ മക്കളായിട്ടുള്ള എന്നെയും നജീബിനെയും ഒരേ രൂപത്തിൽ തുലനം ചെയ്യുകയും നോക്കുകയും കാണുകയും രണ്ടുപേരുടെയും വിശപ്പും അവരുടെ ആവശ്യങ്ങളും അറിഞ്ഞ് അത് പൂർത്തീകരിച്ച് തരികയും ചെയ്യേണ്ടുന്ന ഉമ്മച്ചി അത് ചെയ്യാത്തിടത്തോളം കാലം 100% ഇതിന്റെ കുറ്റക്കാരി എന്റെ ഉമ്മച്ചിയാണ്. കാരണം മക്കളെ അങ്ങനെ നോക്കണമായിരുന്നു. അതേപോലെ സൃഷ്ടാവിലേക്കൊന്ന് വന്നു നോക്ക്. നജീബിനെ സന്മാർഗം നൽകുകയും എനിക്ക് നൽകാതിരിക്കുകയും ചെയ്തത് അള്ളാഹു ആണ് എന്ന് അള്ളാഹു തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഒരു വാഗ്വാദവും ഇല്ലാതെ, ഒരു തെറ്റിദ്ധാരണകളും ഇല്ലാതെ, ഒരു വിശദീകരണവും ഇല്ലാതെ നേർക്ക് നേരെ തന്നെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടാണ് അള്ളാഹു പറഞ്ഞത്. ലഹദാകും അജ്മഈൻ, ഞാൻ വിചാരിച്ചിരുന്നുവെങ്കിൽ നിങ്ങളെ എല്ലാവരെയും സന്മാർഗത്തിലാക്കാൻ എനിക്ക് പറ്റുമായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചിട്ടില്ല. ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് മാത്രമേ ഞാൻ സന്മാർഗം കൊടുക്കൂ എന്നാണ് അള്ളാഹു ഖുർആനകത്ത് പറഞ്ഞേക്കുന്നത്. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. ആ ഖുർആൻ വചനം 41 20 വചനത്തിൽ നരകത്തിന്റെ ശിക്ഷയെ കുറിച്ചിട്ട് ഖുർആൻ പറയുന്നുണ്ട്. അതുപോലെ 41 21 20 വായിക്കുന്നവർക്ക് മനസ്സിലാകും. മറ്റൊന്ന് 16 അധ്യായത്തിന്റെ 9 വചനമാണ് ഞാൻ പറഞ്ഞത്. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു സന്മാർഗം നൽകേണ്ടതാണ്, അള്ളാഹു നൽകിയിട്ടില്ല. പിന്നീട് അവരെ ശിക്ഷിക്കുന്നതിൽ എന്ത് ലോജിക്കാണുള്ളത് എന്നതാണ്. പിഴച്ച മാർഗം സൃഷ്ടികൾക്ക് കാണിച്ചു കൊടുക്കുന്ന ഒരു അള്ളാഹു ഇനിയും തരാം. വലൗഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ലജഅലക്കും, നജീബിന് മനസ്സിലാകും ല എന്ന് എന്തിനാണ് ഉദ്ദേശിച്ചതെന്ന്. അഷ്വർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഉറപ്പ് പറയുന്നതിന് വേണ്ടിയാണ്. ലജഅലക്കും, നാം അവരെ ആക്കുക തന്നെ ചെയ്യുമായിരുന്നു. ഉമ്മത്തൻ വാഹിദ, ഒരൊറ്റ സമുദായം. വലാകിൻ, പക്ഷേ യുളില്ലു, വഴികേടിലാക്കുന്നു. മയ്യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ. വയഹ്ദി, അല്ലാഹു സന്മാർഗത്തിലാക്കുന്നു. മയ്യശാ, അവൻ ഉദ്ദേശിക്കുന്നവരെ. വലതുസ്അലുന്ന, ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അമ്മാ കുന്തും തഅമലൂൻ, അവർ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് ഖുർആൻ പറയുന്നതാണ്. 16 അധ്യായം 93 വചനമാണെന്നാണ് എന്റെ വിശ്വാസം. നോക്കണം, എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ഇൻഡെക്സ് ഇട്ട് തരാം. അപ്പൊ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ മനുഷ്യരെ മുഴുവനും മുസ്ലിങ്ങളായി ഒരൊറ്റ സമുദായമായി വിശ്വാസികളാക്കി സൃഷ്ടിക്കാൻ അള്ളാഹു പറ്റുമായിരുന്നു. പക്ഷെ അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു ദുർമാർഗത്തിലാക്കി, അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു സന്മാർഗത്തിലാക്കി. എന്നിട്ട് സന്മാർഗത്തിലാകാത്തവരെ സംബന്ധിച്ചിട്ട് അള്ളാഹു നാളെ ചോദ്യം ചെയ്ത് ശിക്ഷിക്കുമെന്നാണ് പറയുന്നത്. എന്റെ കഴിവിന്റെ പരമാവധി ഈ വിഷയത്തോട് 100% നീതി പുലർത്താൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ബാക്കി പറയേണ്ടത് അഡ്മിന്മാരാണ്. ഓക്കെ, നജീബ് ബ്രദർ ഇനി മൈക്ക് എടുക്കുന്നതിന് മുമ്പ് ഒരു മിനിറ്റ് ചെറിയൊരു കാര്യം. എനിക്ക് നിങ്ങളോട് രണ്ടുപേരോട് ഒരു ചോദ്യം ഈ ടൈറ്റിലിനോടുള്ള ബന്ധത്തിലുണ്ട്. ഒന്ന്, അതിന് മുമ്പായിട്ട് നിങ്ങൾ രണ്ടുപേരും സംസാരിച്ച് ഏകദേശം അവസാനിപ്പിക്കുന്ന സമയത്ത് ഒരു ഡിബേറ്റിന്റെ പോസിബിലിറ്റി ഞങ്ങൾ കാണുന്നു. പ്രത്യേകിച്ച് ഓഡിയൻസിൽ നിന്ന് അങ്ങനെ ഒരു സജഷൻ കൂടെ വന്നിട്ടുണ്ട്. സോ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിഷയത്തിൽ ജമീദ ടീച്ചറും നജീബ് ബ്രദറും നിങ്ങൾ തയ്യാറാണെങ്കിൽ നമുക്ക് അത് വേണമെങ്കിൽ ഒന്ന് സെറ്റ് ചെയ്യാം. വേണമെങ്കിൽ അതിനെക്കുറിച്ച് നജീബ് ബ്രദറും നിങ്ങൾ വേണമെങ്കിൽ ഒരു മിനിറ്റ് എടുത്ത് വേണമെങ്കിൽ സംസാരിച്ചോളൂ. ഇനി ജമീദ ടീച്ചർ പറഞ്ഞ ഈ വിഷയത്തിൽ നജീബ് ബ്രദറിന് റെസ്പോൺസ് പറയാനുണ്ടെങ്കിൽ അതും പറഞ്ഞോ. ഞാൻ ഇടയ്ക്ക് ഒന്ന് കയറിയെന്നേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് പറയാനായിട്ട്. പിന്നെ നമ്മുടെ പാനലിൽ വേറെ ചിലരുണ്ട്, അവർക്കൂടെ ഒരു അവസരം കൊടുക്കേണ്ടതുകൊണ്ട് കുറേ നേരം കൊണ്ട് വെയിറ്റ് ചെയ്യുന്നു. അങ്ങനെ വെയിറ്റ് ചെയ്യുന്നവർക്ക് നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ നജീബ് ബ്രദറിനും ജമീദ ടീച്ചർക്കും താങ്ക് യു. നല്ല രീതിയിൽ ഒരു മോഡ്സിന്റെ ആവശ്യമില്ലാതെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്ത്
പരമാവധി ഓഡിയോ കേട്ടിരിക്കുന്നവർക്ക് നല്ല രസകരമായിട്ട് കേട്ടിരിക്കാൻ പാകത്തിന് ഇന്ററപ്ഷൻ ഒന്നും ഇല്ലാതെ ഇങ്ങനെ സംസാരിക്കാൻ പറ്റി. ഇന്ന് രാവിലെ ഞാനൊരു റൂമിൽ പോയപ്പോൾ എന്റെ ഒരു ബാഡ് എക്സ്പീരിയൻസ് മറ്റൊന്നായിരുന്നു. പലപ്പോഴും നമുക്ക് ഈ സംസാരിക്കാൻ അവസരം കിട്ടാത്തതാണ് നമ്മളെ പ്രൊവോക്ക് ചെയ്യുന്നത്. ഇത്ര മനോഹരമായിട്ട് ഇപ്പൊ രണ്ടുപേരും എതിരാശയങ്ങളാണെങ്കിൽ പോലും മനോഹരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആശയങ്ങളെ കൈമാറാനായിട്ട് പറ്റി. പിന്നെ ഓഡിയൻസ് ആണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവരെങ്ങനെ എടുക്കുന്നു എന്നുള്ളതെല്ലാം പറയുന്നത്. ഓക്കെ, നജീബിനെ റെസ്പോണ്ട് ചെയ്യാനുള്ള ടൈമാണ് ഇത്. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് സെറ്റ് ചെയ്തേരെ. എന്നിട്ട് അതിനുശേഷം ഏറ്റവും അവസാനം ഞാൻ ഈ റൂമിന്റെ ബേസിൽ ഒരു ചോദ്യങ്ങളും കൂടെ ജസ്റ്റ് ചോദിച്ചു. അതിനൊരു യെസ് ഓർ നോ ആൻസർ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നജീബ് ബ്രദറിന് കേട്ടിരുന്നിട്ട് റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരു അവസരം ആവശ്യമാണല്ലോ, അതുകൊണ്ട് കൊടുക്കുന്നു. പിന്നെ ഡിബേറ്റ് സെറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും താല്പര്യമാണെങ്കിൽ അതിനുള്ള ഒരു അവസരം കൂടെ ഞങ്ങൾ ഒരുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ ഈ റൂമിൽ അതിനുള്ള ഒരു സാഹചര്യമുണ്ട്. നജീബ് ബ്രദറും ജാമിദ ടീച്ചറും യെസ് പറഞ്ഞാൽ മതി, നമുക്ക് വേണമെങ്കിൽ അത് സെറ്റ് ചെയ്യാം. ഓക്കെ, നജീബ് ബ്രദറെ മൈക്ക് എടുത്തു. ഡിബേറ്റിന്റെ കാര്യം പറഞ്ഞ പോലെ എനിക്ക് എന്നോട് അഭിപ്രായമില്ല. കാരണം എനിക്ക് അത് അങ്ങനെ ഞാൻ അതിനൊരു യോഗ്യനായ ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇങ്ങനത്തെ സാന്ദർഭികമായിട്ടുള്ള സംസാരങ്ങൾ മാത്രം മതി എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. അത് ഡിബേറ്റ് എന്നൊക്കെ പറയുമ്പോൾ വളരെ വലിയ രീതിയിലൊരു ഉത്തരവാദിത്തമാണ്. എനിക്ക് അതിനുള്ളൊരു കഴിവോ സാഹചര്യമോ ഇല്ല. പിന്നെ ഇങ്ങനത്തെ ഇപ്പൊ നമ്മൾ അത്യാവശ്യം കാര്യങ്ങൾ സംസാരിച്ചു. ഇങ്ങനത്തെ ഒരു വേദി സാന്ദർഭികമായി രൂപപ്പെട്ടതാണ്. അപ്പൊ അത് ഇതിന്റെ എക്യൂപ്പിനും മറ്റുള്ള ആളുകൾക്കൊക്കെ അതിന്റെ നന്ദി അറിയിക്കണം. ഇങ്ങനത്തെ ഒരു അവസരം കിട്ടിയതിന് പഠനങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്നുള്ളതാണ്. ഇപ്പൊ ജാമിദ പറഞ്ഞ കാര്യത്തിൽ വളരെ ചുരുക്കിയിട്ട് ഒന്ന് റെസ്പോണ്ട് ചെയ്തിട്ട് ഞാൻ എന്റെ സംസാരം നിർത്താം. ഈ ഇതുവരെ സഹകരിച്ച എല്ലാ ആളുകളും എന്റെ ചോദ്യം കൂടി അഡ്രസ് ചെയ്തിട്ട് വേണേ പോകാൻ. ചോദ്യം ഡിബേറ്റിന്റെ കാര്യമല്ലോ ഒന്ന് ഈ റൂമിന്റെ ടൈറ്റിലിനോടുള്ള ബന്ധം. അതൊരു ജസ്റ്റ് ഒരു ക്വിക്ക് ക്വസ്റ്റ്യൻ. നിങ്ങൾ രണ്ടുപേരും ഇത്രയും നേരം സംസാരിച്ചുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, കണ്ടിന്യൂ ചെയ്തു. ഞാൻ പറയാം. ഓക്കെ, ടൈറ്റിലുമായി ബന്ധപ്പെട്ട് ഞാൻ അതും അവസാനം ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാം. ഞാൻ ഇപ്പോ ജാമിദ പറഞ്ഞ വിഷയത്തിൽ നജീബ് ബ്രദറെ അത് ചോദിക്കുമ്പോ പറഞ്ഞാൽ മതി. ഇപ്പൊ നിങ്ങൾ റെസ്പോണ്ട് ചെയ്തോളൂ. ഓക്കെ. ജാമിദ പറഞ്ഞ വിഷയത്തില് എല്ലാ കാര്യങ്ങളും ശരിയാണ് എന്ന് ഞാൻ അംഗീകരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏത് അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അള്ളാഹു ഉദ്ദേശിച്ചാൽ എല്ലാവർക്കും സന്മാർഗം നൽകാൻ പറ്റും. അള്ളാഹു ഉദ്ദേശിച്ചാൽ എല്ലാവരെയും ഒറ്റ സമുദായമാക്കി മാറ്റാൻ പറ്റും. ഇതൊക്കെ ജാമിദ പറഞ്ഞത് ശരിയാണ്. ഖുർആനിന്റെ പരാമർശങ്ങളാണ്, അത് വാസ്തവമാണ്. അതിന്റെ തെളിവായിട്ടും ഞാൻ പറഞ്ഞിരുന്നു, മനുഷ്യരല്ലാത്ത മറ്റുള്ള ജീവികളിലേക്കൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്കൊക്കെ കൃത്യമായിട്ട് ദൈവത്തിന്റെ അള്ളാഹുവിന്റെ മാർഗദർശനം അനുസരിച്ച് ജീവിക്കുന്ന രീതിയിൽ അള്ളാഹു അവയെ സൃഷ്ടിച്ചത് നമുക്ക് കാണാനും പറ്റും. പക്ഷെ മനുഷ്യന്റെ കാര്യത്തെ പറ്റി അള്ളാഹു തന്നെ പറഞ്ഞിട്ടുള്ളത്, ഞാൻ ഉദ്ദേശിച്ചാൽ നിങ്ങളെ ഒരൊറ്റ സമുദായമാക്കും. അതിനൊക്കെ ഓരോ സാഹചര്യങ്ങളുണ്ട്. അപ്പൊ പ്രവാചകനോടുള്ള ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്ന താങ്കൾ അവരെ ബലാത്കാരം, അവരെ പിന്നെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അവരെ നിർബന്ധിക്കേണ്ട ആവശ്യമില്ല, മതത്തിൽ ബലാത്കാരമില്ല. അതേപോലെ തന്നെ താങ്കൾക്ക് അവരിലേക്ക് എത്തിക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് താങ്കൾക്കുള്ളത്. തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരാളെയും നിർബന്ധിച്ച് ഈ ഇതിലേക്ക് കൊണ്ടുവരേണ്ടതില്ല. അങ്ങനെ അള്ളാഹുവിന് നിർബന്ധം ഉണ്ടായിരുന്നുവെങ്കിൽ അള്ളാഹു തന്നെ അതിന് കഴിവുള്ളവനാണ്. ഞാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ എല്ലാവരെയും മറ്റു സമുദായം, ഇതൊക്കെ ശരിയാണ് എന്ന് പറയുമ്പം അതിനർത്ഥം എന്താണ്? അതിനർത്ഥം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഉത്തരവാദി. ഇപ്പം ജാമിദ വായിച്ച ആ വചനത്തിൽ തന്നെ പറയുന്നത് എന്താണ്? ഞാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവർക്ക് അങ്ങനെയാക്കുമായിരുന്നു. ലതുസ്അലുന്ന, എല്ലാവരും ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അമ്മാ കാനൂ യഅമലൂൻ, അവര് പ്രവർത്തിക്കുന്ന എന്തിനവനെ ചോദ്യം ചെയ്യുന്നത്? അഥവാ ചോദ്യം ചെയ്യാൻ അവിടെ സാഹചര്യം ഉണ്ടാകുന്നത് അതിന്റെ ഉത്തരവാദികൾ നമ്മളാവുന്നു എന്നുള്ളത് കൊണ്ടാണ്. ആ ഉത്തരവാദിത്വം നമുക്ക് വരാനുള്ള കാരണം എന്താണ്? നമ്മൾക്ക് അത് ചെയ്യാനും ചെയ്യാതിരിക്കാനുമുള്ള ഫ്രീ വില്ല് നമുക്ക് നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളായതുകൊണ്ടാണ്. ഇത് നമ്മൾ പല പ്രാവശ്യം ആവർത്തിച്ചൊരു കാര്യമാണ്. അപ്പൊ അത് ഇപ്പോഴല്ലെങ്കിൽ പിന്നീടാണെങ്കിലും സാവധാനം ഈ ചർച്ചകള് ചിന്തകൾക്ക് കാരണമാകും എന്നുള്ളൊരു പ്രതീക്ഷയില് വീണ്ടും നമുക്ക് മറ്റു സാഹചര്യങ്ങളിൽ കാണാം എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളിപ്പോ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറയുന്നു. ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ് വല്ലതും വെക്കാനുണ്ടെങ്കിൽ? അല്ല, ഞാൻ ചോദിച്ച ചോദ്യം ഇപ്പോഴും സ്റ്റില്ലായിട്ട് അവിടെ തന്നെ നിൽക്കുകയാണ്. അതായത് അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ എല്ലാവർക്കും സന്മാർഗം നൽകുമായിരുന്നു. ഞാനൊരു എക്സാമ്പിളും പറഞ്ഞിരുന്നു, ഒരു ബിരിയാണിയുടെയും വിശപ്പിന്റെയും രീതിയും കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് ഓഡിയൻസിന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എൻ്റെ ഇത്രയും ഒരു 10-12 വർഷത്തെ സംവാദവും ഡിബേറ്റും ചർച്ചകളും ഒക്കെ ആയിട്ടുള്ള ജീവിതത്തിൽ ഇത്രയും നന്നായിട്ട് സഹകരിക്കുന്ന
ഒരു മാന്യനായിട്ടുള്ള ഒരാളെ ഇപ്പോഴാണ് നമുക്ക് കിട്ടിയത്. അല്ലെങ്കിൽ തന്തയ്ക്ക് വിളിയും തെറിവിളികളും ഒക്കെ ആയിട്ട് സാധാരണഗതിയിൽ ഇട്ടിട്ട് പോകാറാണ് പതിവ്. എന്തായിരുന്നാലും അവസാനം വരെ തൻ്റെ ആദർശം എന്താണോ, ആശയം എന്താണോ, വിശ്വാസം എന്താണോ, അതിനകത്തൊരു തുള്ളി പോലും വെള്ളം ചേർക്കാതെ, അവസരത്തിന് അനുകൂലമായിട്ട് സംസാരിക്കാതെ തൻ്റെ വിശ്വാസം ഇതാണ്, മരണാനന്തരത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, നിങ്ങൾ വിശ്വസിക്കണം എന്ന് എനിക്ക് നിർബന്ധമില്ല, എൻ്റെ മതം എന്നെ പഠിപ്പിക്കുന്നത് ഇതാണ്, മരണാനന്തരം ഉണ്ട്, എൻ്റെ പടച്ചവൻ വിചാരിച്ചിരുന്നെങ്കിൽ എല്ലാവർക്കും സന്മാർഗമാകുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആ പടച്ചവന് സംഭവിച്ച ഒരു കുറവിനെ അത് നികത്താൻ വേണ്ടിയിട്ട് നജീബ് അഹോരാത്രം പ്രയത്നിക്കുന്നുണ്ട്. കാരണം പടച്ചവൻ പറഞ്ഞു വെച്ചു പോയി, എല്ലാവർക്കും ഞാൻ വിചാരിച്ചിരുന്നെങ്കിൽ സന്മാർഗം നൽകുമായിരുന്നു എന്ന്. എന്നിട്ട് അമ്മാക്കാനു തഅമലൂൻ, നിങ്ങൾ ചെയ്യുന്ന എല്ലാത്തിനെ കുറിച്ചും ചോദ്യം ചെയ്യപ്പെടുമെന്നും കൂടി പറഞ്ഞപ്പോൾ നജീബ് അള്ളാഹുവിനോടുള്ള അഗാധമായിട്ടുള്ള ഇഷ്ടവും അള്ളാഹുവിനോടുള്ള പ്രണയവും അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന ആഗ്രഹവും നീതിമാനാണ് പടച്ചവൻ എന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് പടച്ചവനെ ഒന്ന് വിളിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതാണ്. ശരിക്കു പറഞ്ഞാൽ അള്ളാഹു വിചാരിച്ചിരുന്നെങ്കിൽ നജീബ് ഇന്ന് ചിന്തിക്കുന്നത് പോലെ എന്നെ ചിന്തിപ്പിക്കാൻ അള്ളാഹുവിനൊരു നിമിഷാർത്ഥ നേരം പോലും വേണ്ട. ആ പടച്ചവൻ ഒരംശം പോലും നീതി കാണിക്കാത്തത് കൊണ്ടും ആ പടച്ചവനെ ഉണ്ടാക്കിയത് മനുഷ്യനായതുകൊണ്ടും മനുഷ്യനെ പോലെ ചിന്തിക്കുന്ന, പ്രവർത്തിക്കുന്ന, മനുഷ്യനെ പോലെ ദൗർബല്യങ്ങളുള്ള ഒരു പടച്ചവനെയാണ് ഖുർആനിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ശപിക്കുന്ന, വിഷമിക്കുന്ന, ദേഷ്യപ്പെടുന്ന, കോപിക്കുന്ന, അങ്ങനെയൊക്കെയുള്ളത് മാനുഷികമായിട്ടുള്ള ദൗർബല്യങ്ങളാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ കണ്ണി എന്ന വണ്ണമാണ് ഒരാളെ ശപിക്കുന്നത്. അങ്ങനെയൊക്കെ മനുഷ്യനുണ്ടാക്കിയ അള്ളാഹുവിന് ഒരുപാട് ദൗർബല്യങ്ങളുണ്ട്. ആ ദൗർബല്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പലപ്പോഴും പരസ്പര വിരുദ്ധമായിട്ട് പറഞ്ഞു പോയത്. അതിനെ ന്യായീകരിക്കാനും വ്യാഖ്യാനിക്കാനും ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് ഞാൻ വിശ്വാസിയായിരുന്നപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു പിടിച്ചു നിൽക്കാനും അള്ളാഹുവിന് സംഭവിച്ച കുറവിനെ നികത്താനും ഒക്കെ ഞാനും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെയാണ് നജീബും ശ്രമിച്ചിട്ടുള്ളത്. അള്ളാഹു പറഞ്ഞത് നജീബ് സുഹൃത്തെ അങ്ങനെയല്ല, അള്ളാഹു വിചാരിച്ചിരുന്നെങ്കിൽ എല്ലാവരെയും സന്മാർഗത്തിലാക്കാമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അതൊരു കംപ്ലീഷൻ ആണ്. ഓൾമോസ്റ്റ് അവൻ സന്മാർഗത്തിലാകുമെന്ന് തന്നെയാണ് പറഞ്ഞത്. അള്ളാഹു അത് നൽകാത്തത് കൊണ്ടാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ മാത്രം അള്ളാഹു നരകത്തിലാക്കി, അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ മാത്രം അള്ളാഹു സ്വർഗത്തിലാക്കി എന്ന് ആ വചനത്തിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇൻഡെക്സും തന്നിട്ടുണ്ട്. എന്തായിരുന്നാലും വളരെ നല്ലൊരു റൂമായിരുന്നു. അവിചാരിതമായിട്ടാണ് ഞാൻ പെട്ടെന്ന് ഈ റൂം കാണുന്നത്. ഒരാൾ എന്നെ പെട്ടെന്ന് വാട്സപ്പിൽ വന്നിട്ട് വിളിച്ചതാണ്, ക്ലബ് ഹൗസിൽ ഒരു ഡിബേറ്റ് നടക്കുന്നുണ്ട്, പെട്ടെന്ന് ഒന്ന് പങ്കെടുക്കണമെന്ന് പറഞ്ഞു. ആരാണെന്ന് എനിക്കറിയില്ല. അങ്ങനെയാണ് ഞാൻ വേഗം ആ ലിങ്കിനകത്തേക്ക് കയറിയത്. അവിചാരിതമായിട്ട് ഇത്രയും സംസാരമുണ്ടായി. ആർക്കെങ്കിലും എന്തെങ്കിലും രൂപത്തിൽ ഒരു വെളിച്ചം ഉണ്ടാവുകയോ അതല്ലെങ്കിൽ അവരുടെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനോ നമ്മളുടെ ഈ ഒരു ചെറിയ ഡിബേറ്റ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു കോയിൻസിഡൻസ് ആണ്. അതിനകത്ത് നടന്നതിൽ വളരെ സന്തോഷമുണ്ട്. നജീബ് സുഹൃത്തെ വളരെ സന്തോഷം. നമ്മുടെ റൂമിനും സന്തോഷം. നന്ദി.